ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. അധ്യായം 46. ശൗര്യക്കുട്ടിയും എമിലിയും കൂടി പണ്ടാരക്കുളം സ്റ്റോപ്പിൽ ബസ്സിൽ നിന്നിറങ്ങി. പണ്ടാരക്കുളം ചെറിയൊരു ടൗണാണെന്നായിരുന്നു ശൗര്യക്കുട്ടിയുടെ സങ്കല്പം. നേരിട്ട് കണ്ടപ്പോൾ അതൊരു ഗ്രാമം, 2-3 കടകൾ. എമിലി ശൗര്യക്കുട്ടിയെ നോക്കി. "എവിടെയാ മോനെ?" ശൗര്യക്കുട്ടി ആ എന്ന് കൈമലർത്തി. ബേബിച്ചായൻ്റെ നാവിൽ നിന്നാണ് അവൻ ആദ്യമായി പണ്ടാരക്കുളം എന്ന സ്ഥലപ്പേര് കേട്ടത് തന്നെ. ബേബിച്ചായൻ പറഞ്ഞു കേട്ടുള്ള അറിവേയുള്ളൂ. അറിയാത്ത നാട്ടിലേക്ക് ശൗര്യക്കുട്ടിയെ ഒറ്റയ്ക്ക് അയക്കാനുള്ള മടി കാരണമാണ് എമിലിയും കൂടെ പോന്നത്. മാത്രമല്ല, ബേബിച്ചായൻ എത്രക്കാരനാണെന്ന് എമിലിക്ക് അറിഞ്ഞുകൂടാ. ശൗര്യക്കുട്ടി ജോലി ചെയ്ത പൈസയെല്ലാം ബേബിച്ചായനെ ഏൽപ്പിച്ചു എന്ന് ഒരിക്കൽ പറഞ്ഞപ്പോൾ തന്നെ അവനിങ്ങനൊരു മണ്ടത്തരം കാട്ടിയല്ലോ എന്ന് പരിതപിച്ചവളാണ് എമിലി. ആ പൈസ ബേബിച്ചായൻ അവനെ കബളിപ്പിച്ചെടുത്തു എന്നാണ് അവൾ കണക്കുകൂട്ടിയിരുന്നത്. തിരിച്ചു തരാന് മനസ്സുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ കൂടി റിസോർട്ടിൽ വന്ന് ശൗര്യയ്ക്ക് ബേബിച്ചായൻ ആ പൈസ തിരിച്ചു കൊടുക്കുമായിരുന്നുവെന്നും അവൾ കരുതി. ആ പൈസ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോണില്ല. ശൗര്യക്കുട്ടിയോട് എമിലി പറയാതിരുന്നത് അവന് വിഷമമായെങ്കിലോ എന്ന് കരുതി മാത്രമായിരുന്നു. സാംകുട്ടിയെയും ബേബിച്ചായനെയും എമിലി ഒരേ ഗണത്തിലാണ് പെടുത്തിയത്. സാംകുട്ടി മർക്കട മുഷ്ടി കാണിച്ച് ശൗര്യക്കുട്ടിയുടെ ശമ്പളം തട്ടിയെടുത്തു. തന്മൂലം ബേബിച്ചായൻ ഇപ്പോഴും ശൗര്യക്കുട്ടിയുടെ മനസ്സിൽ ദേവദൂതനാണ്. സാംകുട്ടി മൂർഖനും. ഒരു 10 വയസ്സുകാരൻ ബാലനെ പറ്റിക്കാൻ ആർക്കും എളുപ്പമാണ്. അവനെ ഭയപ്പെടുത്താൻ അതിനേക്കാൾ എളുപ്പമാണ്. ബേബിച്ചായനും സാംകുട്ടിയും കൂടി അങ്ങനെ തന്നെ അവൻ്റെ മേൽ പ്രയോഗിച്ചു. അതിനാൽ ബേബിച്ചായനോട് പൈസ വാങ്ങാൻ നെടുമുടിക്ക് പോകണമെന്ന് ശൗര്യ പറഞ്ഞപ്പോൾ എമിലി ആദ്യം എതിർക്കുകയാണ് ചെയ്തത്. "വേണ്ട മോനെ, ആ പൈസയൊന്നും കിട്ടാൻ പോണില്ല." "ബേബിച്ചായൻ പൈസ തരുമമ്മ." ശൗര്യക്കുട്ടി ബേബിച്ചായനിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. "എൻ്റെ മോനെ, നിന്നെ അയാൾ പറ്റിച്ചോണ്ട് പോയതാ. നീ കൊച്ചായതുകൊണ്ടാ നിനക്കത് മനസ്സിലാകാത്തേ." "അല്ലമ്മ." എമിലി എന്തു പറഞ്ഞിട്ടും ശൗര്യക്കുട്ടി വഴങ്ങിയില്ല. അവന് നെടുമുടിക്ക് പോയേ പറ്റൂ. ബേബിച്ചായൻ ആ പൈസ തരാതിരിക്കില്ല എന്നാണ് അവൻ്റെ ഉറച്ച വിശ്വാസം. നാടും നഗരവും പരിചയമില്ലാത്ത മകനെ തനിച്ചുവിടാൻ എമിലിക്ക് മനസ്സ് വന്നില്ല. പണ്ടാരക്കുളത്തിൽ ബസ്സിറങ്ങിയ അമ്മയും മകനും മുഖത്തോട് മുഖം നോക്കി. "നമുക്ക് അപ്പുറം പോയിട്ട് നോക്കാം," ശൗര്യക്കുട്ടി പറഞ്ഞു. അമ്മയും മകനും റോഡ് മുറിച്ചു കടന്നു മറുവശത്തെത്തി. അവിടെ കണ്ട പെട്ടിക്കടക്കാരനോട് ശൗര്യക്കുട്ടി ചോദിച്ചു, "ബേബിച്ചായൻ്റെ വീടെവിടെയാ?" "ഏത് ബേബിച്ചായൻ? ഇവിടൊക്കെ ബേബിച്ചായന്മാർ കുറേയുണ്ട്. ശരിക്ക് വീട്ടുപേരും അഡ്രസ്സും ഒന്നും അറിഞ്ഞുകൂടാ." "പണ്ടാരക്കുളം തന്നെയാണോ?" "ആണെന്ന് ശൗര്യക്കുട്ടി പറഞ്ഞു. ഇവിടുത്തെ കാഴ്ച കണ്ടല്ലോ. അപ്പുറവും ഇപ്പുറവും പാടമാ. വീടൊക്കെ കുറേ ഉള്ളിലോട്ട് പോയാലേ ഉള്ളൂ." "ഇതെങ്ങോട്ടുള്ള റോഡാ?" എമിലി ഒരു പോക്കറ്റ് റോഡ് ചൂണ്ടിക്കാട്ടി ചോദിച്ചു. "അത് ചെമ്പുപുറം." "ഇതിലേ പോയാൽ കുറേ വീടുണ്ടോ?" ശൗര്യക്കുട്ടി ചോദിച്ചു. "ആ, കുറേ ദൂരം പോണം." എമിലി ശൗര്യക്കുട്ടിയെ നോക്കി. "പോണോടാ മോനെ." "പോയി നോക്കാം," ശൗര്യക്കുട്ടി ഉത്സാഹത്തോടെ പറഞ്ഞു. "ഇന്ന് ഞായറാഴ്ചയല്ലേ? എവിടെ പോയാലും ബേബിച്ചായൻ ഞായറാഴ്ച വീട്ടിൽ വരും." ഇരുവശവും പാടശേഖരങ്ങൾ, അതിന് നടുവിലൂടെ റോഡ്. അവിടെ ചെറിയ തുരുത്തുകളും അതിൽ ചെറിയ വീടുകളും. എമിലിയെ റോഡിൽ നിർത്തിയിട്ട് ശൗര്യക്കുട്ടി ഓരോ വീട്ടുമുറ്റത്തും കയറി ചെന്ന് ചോദിക്കും, "ഇതാണോ ബേബിച്ചായൻ്റെ വീട്?" ഏത് ബേബിച്ചായൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ശൗര്യക്കുട്ടിക്ക് പറയാൻ ചില ശരീരലക്ഷണങ്ങൾ മാത്രമേയുള്ളൂ. അങ്ങനെ ചോദിച്ച് ശൗര്യക്കുട്ടിയും എമിലിയും ചെമ്പുപുറം പള്ളിക്ക് സമീപം എത്തി. പള്ളിമുറിയിൽ കയറി അച്ഛനോട് ചോദിക്കാമെന്ന് എമിലി അഭിപ്രായപ്പെട്ടു. രണ്ടുപേരും കൂടി റോഡരികിൽ തന്നെയുള്ള പള്ളിമുറ്റത്തേക്ക് ചെന്നു. വേദപഠന ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പിരിഞ്ഞു പോയതേയുള്ളൂ. അച്ഛനും കപ്പ്യാരും പാരീഷ് ഹാളിൽ ഉണ്ടായിരുന്നു. എമിലിയും ശൗര്യക്കുട്ടിയും കൂടി അച്ഛനെ ചെന്ന് കണ്ട് വണങ്ങി സ്തുതി ചൊല്ലി. എന്തിനാണ് വന്നതെന്ന് അച്ഛൻ തിരക്കി. എമിലി കാര്യം പറഞ്ഞു. അച്ഛന് ചെമ്പുപുറം പള്ളി ഇടവകയിലെ മിക്ക ബേബിമാരെയും അറിയാം. ശൗര്യക്കുട്ടി തനിക്ക് പരിചയമുള്ള ബേബിച്ചായനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകി. വികാരി അച്ഛനും കപ്പ്യാരുമായി കൂടിയാലോചിച്ച് ഒരു നിഗമനത്തിലെത്തി. "ദാ ഈ കാണുന്ന തോടിൻ്റെ കരയ്ക്കൂടെ ഒരു വഴിയുണ്ട്. അതിലെ കുറച്ചങ്ങ് ചെല്ലുമ്പോൾ നെല്ല് കുത്തണ ഒരു മില്ലുണ്ട്. അതിന് തൊട്ടടുത്ത വീട്ടിലൊന്ന് പോയി അന്വേഷിക്കുക." അച്ഛനോട് നന്ദി പറഞ്ഞ എമിലി മകനെയും കൂട്ടി അവിടെ നിന്നിറങ്ങി നടന്നു. തോട്ടിൽ ഒരു കേവ് വള്ളം നെല്ല് നിറച്ച ചാക്കുകൾ അടുക്കിയിട്ട് കിടപ്പുണ്ടായിരുന്നു. അതിലേക്ക് വീണ്ടും ചുമട്ടുകാർ നെല്ല് നിറച്ച ചാക്കുകൾ കൊണ്ടുവന്ന് അട്ടിയിട്ടുകൊണ്ടിരുന്നു. നെല്ല് കുത്തുന്ന മില്ലിൻ്റെ അടുത്ത വീട്ടിലേക്ക് ശൗര്യക്കുട്ടി മടിച്ചാണ് കയറി ചെന്നത്. എമിലി നാണക്കേട് കാരണം വഴിയിൽ തന്നെ നിന്നതേയുള്ളൂ. "എടാ ശൗര്യക്കുട്ടിയെ." പരിചിതമായ വിളിയൊച്ച കേട്ടു. ശൗര്യക്കുട്ടി പെട്ടെന്ന് നിന്നു.
വീട്ടുമുറ്റത്ത് ഒരു സ്ത്രീ പറമ്പിൽ ഉണങ്ങാനിട്ട നെല്ല് കാൽപാദങ്ങൾ കൊണ്ട് ചിക്കി ഇളക്കുന്നുണ്ട്. എടാ ഇവിടെ. ശൗരി വേലിക്കെട്ടിൻ്റെ മുകളിൽ കൂടി നോക്കി. അപ്പുറത്തെ വീടിൻ്റെ തിണ്ണയിൽ നിന്ന് ബേബിച്ചായൻ ഇറങ്ങി വരുന്നു. ശൗരിക്കുട്ടിക്ക് ഇതിൽ പരമൊരു സന്തോഷമില്ല. അവൻ ചിരിച്ചുകൊണ്ട് തിരിച്ചു ഓടി എമിലിയെ സമീപിച്ചിട്ട് ബേബിച്ചായൻ നിൽക്കുന്നത് ചൂണ്ടിക്കാട്ടി. ദാ അമ്മേ, ബേബിച്ചായൻ കണ്ടോ? എമിലി അവനേക്കാൾ മുൻപേ അയാളെ കണ്ടു കഴിഞ്ഞിരുന്നു. ശൗരി അവളെ വിട്ട് ഓടി ബേബിച്ചായൻ്റെ മുറ്റത്തെത്തി. എടാ കൊച്ചു തെമ്മാടി, നീ എങ്ങനെ കണ്ടുപിടിച്ചടാ? ബേബിച്ചായന് അവനെ കണ്ടപ്പോഴുണ്ടായ സന്തോഷവും സീമാതീതമായിരുന്നു. അയാൾ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് തോളത്ത് ഒരടിയും കൊടുത്തു. എമിലി അങ്ങോട്ട് ചെന്നപ്പോൾ ശൗരി പരിചയപ്പെടുത്തി. എൻ്റെ അമ്മയാ. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയതൊക്കെ എമിലിയാണ് വിവരിച്ചത്. ബേബിച്ചായൻ അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തി. ആദ്യം കുടിക്കാൻ കട്ടൻ കാപ്പി കൊടുത്തു. പിന്നെ ഊണ് കഴിക്കാൻ നിർബന്ധിച്ചു. വേണ്ടെന്നൊക്കെ എമിലി പറഞ്ഞെങ്കിലും ഉച്ചനേരമായതിനാൽ അവർക്ക് ബേബിച്ചായൻ്റെ സ്നേഹനിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ബേബിച്ചായൻ തൻ്റെ പുതിയ ജോലിയെപ്പറ്റി ശൗരിയോട് പറഞ്ഞു. കൈനകരിയിലെ റിസോർട്ട് ജോലി ഉപേക്ഷിച്ചത് അവർ ജോലിയിൽ തരം താഴ്ത്തിയതുകൊണ്ടാണ്. മാത്രമല്ല ശമ്പളവും വെട്ടിക്കുറച്ചു. ബേബിച്ചായൻ്റെ തലയ്ക്ക് മീതെ സാംകുട്ടിയെ വെച്ചതും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ മാനേജരായി ജോലി നോക്കുകയാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് കുറേ നാൾ കിടന്നുപോയതുകൊണ്ടാണ് ബേബിച്ചായൻ റിസോർട്ടിലേക്ക് വന്ന് ശൗരിക്കുട്ടിയെ കാണാതിരുന്നത്. ബേബിച്ചായൻ പോയ ശേഷം തനിക്ക് റിസോർട്ടിൽ നിന്ന് ശമ്പളമൊന്നും കിട്ടുന്നില്ലെന്ന് ശൗരിക്കുട്ടി പറഞ്ഞു. സാംകുട്ടി ഒന്നും കൊടുത്തില്ല. കൂടുതൽ ജോലി ചെയ്യിച്ചു. ഒടുവിൽ റിസോർട്ടിൽ നിന്ന് പമ്പയാറ്റിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടുകയായിരുന്നെന്നും ശൗരി പറഞ്ഞു. അവൻ രക്ഷപ്പെട്ട രീതിയും പരാക്രമങ്ങളും കേട്ട് ബേബിച്ചായൻ കുറെ ചിരിച്ചു. ഒടുവിൽ ശൗരി തൻ്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തി. വീട്ടിലൊരു കല്യാണം നടക്കാൻ പോവുകയാണ്. കടലിൽ പണിക്ക് പോയി കുറച്ച് പണം സമ്പാദിച്ചിട്ടുണ്ട്. നീ കടലിൽ പണിക്ക് പോകാൻ തുടങ്ങിയോ? അത് പറഞ്ഞില്ലല്ലോ. ബേബിച്ചായൻ ആ ചരിത്രവും അവനെ കൊണ്ട് പറയിച്ചു. എല്ലാം കേട്ടിട്ട് എമിലിയോട് പറഞ്ഞു. നിങ്ങളുടെ മോൻ മിടുക്കനാട്ടോ. ഇവനെ പഠിപ്പിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമിക്കണ്ട. ഇവൻ എവിടെ പോയാലും നേട്ടമുണ്ടാക്കും. അവൻ കടലിൽ പണിക്ക് പോകല്ലേന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അത് ദൈവം കേട്ടില്ല. അങ്ങനൊന്നും നോക്കണ്ട. കടലുകൊണ്ട് ജീവിക്കാനായിരിക്കും അവൻ്റെ തലയിലെഴുത്ത്. ബേബിച്ചായൻ ശൗരിക്കുട്ടിയോട് വാങ്ങി നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. പോസ്റ്റ് ഓഫീസിലിട്ടിരിക്കുക. ഇന്ന് ഞായറല്ലേ? അടുത്തയാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതുപോലൊരു ഞായറാഴ്ച നിങ്ങൾ വന്നാൽ മതി. എല്ലാം കൂടെ എത്ര കാണും? എമിലി ചോദിച്ചു. ശൗരിക്കുട്ടിക്ക് കണക്കൊന്നും അറിയാൻ മേല. എനിക്ക് കണക്കറിയാം. ശൗരിക്കുട്ടി റിസോർട്ടിലെ മരപ്പലകയിൽ ചോക്കുകൊണ്ടും കടലാസ് കഷ്ണങ്ങളിൽ പെൻസിൽ കൊണ്ടും കണക്കുകൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ 16,550 രൂപ. ശൗരിക്കുട്ടി കൃത്യമായി പറഞ്ഞു. അത് അവൻ്റെ ശമ്പളം മാത്രമല്ല, അവന് ടിപ്പ് കിട്ടിയ പൈസയും കൂടി ചേർത്തിട്ടാണ്. അത്രയും കാണുമായിരിക്കും. എനിക്ക് ഓർമ്മയില്ല. അവൻ തന്നതെല്ലാം ഞാൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ബേബിച്ചായൻ പറഞ്ഞു. ഇപ്പോൾ വീടും സ്ഥലവും ഒക്കെ മനസ്സിലായല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഭാര്യ വീടാ. അതുകൊണ്ടാ എൻ്റെ പേര് പറയുമ്പം ഈ നാട്ടിലെ പഴമക്കാർക്ക് പിടികിട്ടാത്തെ. ശൗരിക്കുട്ടിക്കും എമിലിക്കും പോകാൻ നേരം ഓരോ കട്ടൻ കാപ്പിയും കൂടി കൊടുത്തിട്ടാണ് ബേബിച്ചായൻ അവരെ യാത്രയയച്ചത്. പണ്ടാരക്കളം വരെ അയാൾ അവരോടൊപ്പം ചെന്നു. എമിലിയും ശൗരിയും തിരികെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞന്ന ഉത്സാഹത്തോടെ ചോദിച്ചു. ആ കാശ് കിട്ടിയോ? ശൗരിക്കുട്ടിയുടെ ബേബിച്ചായനെ കണ്ട? എമിലി അതെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. പലിശയും കൂടി ചേർത്ത് 17-18 കിട്ടുമായിരിക്കും. എന്നാലെന്താ, സ്വർണം മേടിക്കാവല്ലോ. ശൗരി വലിയ അഭിമാനത്തോടെ പുറകിൽ കൈകെട്ടിക്കൊണ്ട് തിണ്ണയിലൂടെ നടന്നു. വിൻസിക്ക് വേണ്ടി ഒരു കല്യാണാലോചന തുടങ്ങി വയ്ക്കാനുള്ള ധൈര്യം കുഞ്ഞന്നയ്ക്ക് കിട്ടി. മറിയമ്മയോടും റാഹേലിനോടും സാറയോടും ദലീലാമ്മയോടുമെല്ലാം കുഞ്ഞന്ന പറഞ്ഞു. ഞങ്ങളുടെ വിൻസിക്ക് ഒരു ചെറുക്കനെ നോക്കിക്കോണേ. ഞങ്ങളുടെ സ്ഥിതി അറിയാവല്ലോ. സ്വത്തും പണവും ഉള്ളവരൊന്നും വേണ്ട. സ്ത്രീധനം കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ എന്നതാ ഉള്ളത്. പെണ്ണാണെങ്കിൽ നിന്ന് മൂത്തുപോയി. അവളുടെ ഓമനത്വം പോയി. എങ്ങനത്തെ ചെറുക്കനെയാ വേണ്ടത്? സാറ് ചോദിച്ചു. ഞാൻ എന്നാ പറയാനാ? പണിയെടുക്കണ കാശ് കള്ളു കുടിച്ച് കളയാത്ത ഒരു ചെറുക്കനെ കിട്ടിയാൽ മതി. വേറൊന്നും നോക്കണ്ട. അങ്ങനെ ആദ്യം ചെല്ലിക്കടപ്പുറത്ത് കൊള്ളാവുന്ന ചെറുപ്പക്കാർ വല്ലവരുമുണ്ടോ എന്ന് നോക്കി. പലരുടെയും പേരുകൾ പൊങ്ങി വന്നെങ്കിലും അവരാരും വിൻസിക്ക് ഇണങ്ങുന്നവരല്ല. അങ്ങനെ പല അന്വേഷണങ്ങൾക്കൊടുവിൽ ഓമനപ്പുഴ എന്ന സ്ഥലത്തു നിന്ന് ഒരു കല്യാണാലോചന വന്നു. ചെറുക്കൻ്റെ പേര് എബിസൺ. എബി എന്ന് വിളിക്കും. കടലിൽ പണിക്ക് പോകുന്നവനാണ്. കാവുംകാട്ട് കത്രീനയുടെ കെയർ ഓഫിൽ വന്ന ആലോചനയാണ്. കത്രീനയുടെ ഒരകന്ന ബന്ധു കൂടിയാണ് എബിസൺ.
ചെറുക്കൻ വന്ന് പെണ്ണിനെ കാണട്ടെ എന്ന് കുഞ്ഞിന് താൽപ്പര്യം വെളിപ്പെടുത്തി. 2-3 ദിവസങ്ങളായി ഫ്രാങ്കോയും കൂട്ടരും വിളിക്കാത്തതിനാൽ ശൗരിക്കുട്ടി കടലിൽ പണിക്ക് പോകുന്നില്ല. ഇതറിഞ്ഞ് മറ്റു ചില വള്ളക്കാർ ശൗരിയെ സമീപിച്ച് ചോദിച്ചു, ഞങ്ങളുടെ കൂടെ വരുന്നോടാ? ഫ്രാങ്കോ നിനക്ക് അരപ്പങ്കല്ലേ തന്നത്, ഞങ്ങൾ നിനക്ക് ഒരു പങ്ക് തരാം. ഫ്രാങ്കോ ചേട്ടനോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ശൗരിക്കുട്ടി ചോദിച്ചു. നിന്നെ അവരിപ്പോൾ പണിക്ക് വിളിക്കുന്നില്ലല്ലോ, ഉണ്ടോ? ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചില്ല എന്നെ വിളിക്കാത്തെന്ന്. നീ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. അന്നുച്ചയ്ക്ക് ശൗരി ജർമ്മിച്ചയൻ്റെ വീട്ടിൽ ചെന്നു. ഫ്രാങ്കോയും ഡാനിച്ചനും കടപ്പുറത്തുണ്ടെന്നും വല കേടുപോക്കുകയാണെന്നും ലീനാമ്മ പറഞ്ഞു. ശൗരി കടപ്പുറത്ത് ചെന്നു. എന്തട ശൗരിയെ, നിന്നെ കാണാനില്ലല്ലോ? തെങ്ങിൻ തണലിലിരുന്ന വല കേടുപോക്കുകയായിരുന്ന ഡാനിയൽ കുശലം ചോദിച്ചു. എന്നെ വിളിക്കാണ്ടല്ലേ നിങ്ങളെല്ലാം കൂടി കടലിൽ പോണേ? ശൗരി അല്പം പരിഭവം ഇട്ടു പറഞ്ഞു. എടാ, നിനക്കറിയാവല്ലോ, കടൽ കരിഞ്ഞു കിടക്കുകയാണ്, മീനില്ല. ഞാൻ വന്നപ്പോഴൊക്കെ മീൻ കിട്ടിയല്ലോ. അത് നീ വന്നുകൊണ്ടാണോ? അല്ലല്ലോ, കടലിൽ മീനുണ്ടായിരുന്നു, ഇപ്പം അതില്ല. ഞങ്ങൾക്ക് മാത്രമല്ല ആർക്കും കിട്ടണില്ല. എന്നാൽ ഞാൻ സെൻറ് തോമസിൻ്റെ കൂടെ പോയിക്കോട്ടെ. സെൻറ് തോമസിൻ്റെ കൂടെയോ? കൊള്ളാം, ഒരാഴ്ചയായി അവർ കടലിൽ പോയിട്ട് കടലിൽ മീനില്ലെന്ന്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അവർ പറഞ്ഞു ഒരു പങ്ക് കാശ് തരാമെന്ന്. നിനക്ക് ഒരു പങ്കോ? ഫ്രാങ്കോ ചിരിച്ചു. നീ ഞങ്ങളുടെയൊക്കെ 4 വലുപ്പം പോലും ഇല്ലല്ലോടാ. ഞാൻ പോവുക. ശൗരിക്കുട്ടി തിരിച്ചു നടന്നു. ചേട്ടാ, സെൻറ് തോമസ് അവനെ പിടിച്ചോണ്ട് പോയാൽ നമുക്ക് നാണക്കേടാ. ആ, കൊണ്ടുപോട്ട്. അവരുടെ വിചാരം ശൗരിക്കുട്ടി ഉണ്ടെങ്കിൽ കടലിൽ നിന്ന് വാരാമെന്നാ. മീനുണ്ടെങ്കിലല്ലേ. ചേട്ടാ, അവനുള്ളപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ഡാനിയൽ വാദിച്ചു. എടാ, അന്ന് കടലിൽ മീനുണ്ടായിരുന്നു, അല്ലെങ്കിൽ കിട്ടുവാ? അവനെയും കൊണ്ട് പോയിട്ട് കരിന്തന്തൻ പോലും കിട്ടാത്ത ദിവസങ്ങളില്ലേ? അത് വല്ലപ്പോഴും. അപ്പം അവൻ്റെ മിടുക്കല്ലെന്ന് മനസ്സിലായല്ലോ. പിന്നെന്തിന് സെൻറ് തോമസ് അവനെ ചെന്ന് വിളിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണ. വെറുതെ പടക്കം. ശൗരിക്കുട്ടി ആരാ മോൻ? നമ്മുടെ സൈമൺ മുതലാളിയുടെ സന്തതിയല്ലേ? 1 മാസത്തോളം നീണ്ട മത്സ്യബന്ധനത്തിനിടയിൽ മീൻ കിട്ടാതെ പോയ 6-7 ദിവസങ്ങൾ ഫ്രാങ്കോ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു. ദാ, അവൻ നേരെ സെൻറ് തോമസിൻ്റെ അടുത്തോട്ടാണല്ലോ പോകുന്നത്. ഡാനിയൽ കൈ ചൂണ്ടി. ജീസസിനേക്കാൾ വലുതല്ല സെൻറ് തോമസ് എന്ന് അവനൊന്നും മനസ്സിലാക്കട്ടെ, ഫ്രാങ്കോ പറഞ്ഞു. അവനെ തിരിച്ചു വിളിച്ചാലോ? നമ്മുടെ അപ്പൻ അവൻ്റെ കക്ഷിയാ, അവൻ്റെ കൂടെയേ നിൽക്കത്തുള്ളൂ. മരിച്ചുപോയവരുടെ ആത്മാക്കൾ അവർക്ക് പ്രിയമുള്ളവർക്ക് വേണ്ടി ഭൂമിയിൽ ചിലതൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഡാനിയലിൻ്റെ വിശ്വാസം. നീ പോടാ എന്ന് ഫ്രാങ്കോ അവനെ പുച്ഛിച്ചു തള്ളി. ശൗരിക്കുട്ടി സെൻറ് തോമസിൻ്റെ വള്ളക്കാരൻ ലോറൻസിനെ സമീപിച്ച് താൻ അവരുടെ കൂടെ പോരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിന്നോട് ചോദിച്ചപ്പോൾ നീ വന്നില്ലല്ലോ. അവരോട് ചോദിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? അതെ. അവരോട് ചോദിച്ചപ്പോൾ അവർ നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കും നിന്നെ വേണ്ട, അല്ലെങ്കിൽ അരപ്പങ്ക് തരാം. നീ വരുന്നോ? മറുപടിക്ക് ശൗരിക്കുട്ടി രണ്ടാമതൊന്നുകൂടി ആലോചിച്ചില്ല. ഇല്ല എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞു. ലോറൻസും തോമസും എൽദോയും കണ്ണിൽ നോക്കി. എടാ, അവൻ പോയി, പിന്നെ കിട്ടത്തില്ല. വാശിക്കാരനാ, കണ്ടില്ലേ അവൻ്റെ പോക്ക്. വിളിക്ക്, 2 ദിവസം നമുക്ക് നോക്കാം, എൽദോ പറഞ്ഞു. ജീസസ് വിട്ടുകളഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം അവനെക്കൊണ്ട് ഗുണമൊന്നുമില്ലെന്നല്ലേ? ലോറൻസ് തർക്കിച്ചു. എൽദോ കൈതട്ടി ഒച്ചയുണ്ടാക്കി വിളിച്ചു. എടാ ശൗരിയെ, ശൗരിക്കുട്ടി. ശൗരിക്കുട്ടി നിന്ന് തിരിഞ്ഞു നോക്കി. എൽദോ കൈ കാട്ടി വിളിക്കുന്നു. ഇങ്ങു വാടാ. ശൗരിക്കുട്ടി തിരികെ ചെന്നു. ഞങ്ങൾ പണി തന്നില്ലെങ്കിൽ നീ എന്നാ ചെയ്യും? വേറെ വള്ളത്തെ കയറുമോ? ഞാൻ ചൂണ്ടയ്ക്ക് പോകും. നീ എവിടെ പോകും? ചൂണ്ടയ്ക്ക്? കടലിലാ? തോട്ടിൽ, കായലിലും. ശരി, നീ ഞങ്ങളുടെ കൂടെ വാ. മീൻ കിട്ടിയ ഒരു പങ്ക് തന്നേക്കാം. ശരിയെന്ന് ശൗരിയും സമ്മതം മൂളി. വൈകുന്നേരം 5 മണിക്കാണ് സെൻറ് തോമസ് കടലിൽ പോവുക. ശൗരി വീട്ടിൽ ചെന്ന് എമിലിയോട് പറഞ്ഞു. ഞാൻ ഇന്നു മുതൽ കടലിൽ പണിക്ക് പോണെന്ന് കേട്ടാ. അവർ നിന്നെ വിളിച്ചോ? ജീസസ് വിളിച്ചില്ലമ്മ, സെൻറ് തോമസാ വിളിച്ചത്. നീ ജീസസിൻ്റെ അടുത്ത് ചോദിച്ചോ? ചോദിച്ചെന്ന് അവർക്ക് വേണ്ട. അപ്പോൾ എനിക്ക് സെൻറ് തോമസിൻ്റെ കൂടെ പോകാമല്ലോ, ശൗരി ന്യായം ചോദിച്ചു. ഉവ്വെന്ന് എമിലിയും സമ്മതിച്ചു. വൈകുന്നേരം 5 മണിക്ക് ശൗരിക്കുട്ടി സെൻറ് തോമസിൽ കയറി കടലിലേക്ക് തിരിച്ചു. തിരകളെ മുറിച്ചു തള്ളി സെൻറ് തോമസ് പടിഞ്ഞാറേക്ക് പാഞ്ഞു. ചക്രവാളത്തിന് കീഴെ കാണുന്നത് പുതിയൊരു കടലാണെന്ന് ശൗരിക്ക് തോന്നി. അധ്യായം 47. ഓർക്കാപ്പുറത്ത് ഒരു മഴയും തണുപ്പും കാറ്റും. വള്ളത്തിലെല്ലാവരും നനഞ്ഞു കുളിർന്നിരിക്കുകയാണ്. കടലാഴം 12 ഭാഗം എത്തിയപ്പോൾ ലോറൻസ് വള്ളം നിർത്തി. ഇനി വല നീട്ടി നോക്കാം. ആ തണുപ്പിലും കുളിരിലും കടൽ വെള്ളത്തിലിറങ്ങാൻ എല്ലാവർക്കും മടി. ഞാനിറങ്ങാം എന്ന് പറഞ്ഞ് ശൗരിക്കുട്ടി കടലിൽ ചാടി പതച്ചു കിടന്നു.
വലയം പിടിച്ച് നീ കിടക്കുവാടാ അരനാഴിക, തോമസ് ചോദിച്ചു. ഓ, കിടക്കാം, വല നീട്ടിക്കോ, ശൗരി വിളിച്ചു പറഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. രാത്രിയാണ്. വലയുടെ തുമ്പും പിടിച്ച് ഇരുട്ടത്ത് തനിയെ പതച്ചു കിടക്കാൻ നല്ല ചങ്കൂറ്റം വേണം. കാരണം വള്ളം വല നീട്ടി അകന്നു പോകുമ്പോൾ നടുക്കടലിൽ ഇരുട്ടത്ത് തനിച്ചായി പോകും. അവന് ജീസസിൽ പോയി പരിചയമുള്ളതല്ലേ, എൽദോ പറഞ്ഞു. വലയുടെ അറ്റവും പിടിച്ച് ശൗരി കടലിൽ പതച്ചു കിടന്നു. വല നീട്ടിക്കൊണ്ട് വള്ളം അകന്നുപോയി. വള്ളത്തിലെ വെളിച്ചം മാത്രമേ കാണാനുള്ളൂ. വല നീട്ടി കടലിലൊരു വൃത്താകൃതി വരച്ചുകൊണ്ട് വള്ളം മെല്ലെ വീണ്ടും ശൗരി കിടന്നിടത്തേക്ക് വന്നു. വലയുടെ തുമ്പ് അവൻ്റെ കയ്യിൽ നിന്ന് ലോറൻസ് വാങ്ങി വള്ളത്തിൽ ബന്ധിച്ചു. ശൗരിയെ അവർ വള്ളത്തിലേക്ക് വലിച്ചു കയറ്റി. ശൗരി ചോറ് വയ്ക്കാനുള്ള പണി തുടങ്ങി. സെൻറ് തോമസ് വള്ളക്കാരെ ഏറ്റവും സന്തോഷിപ്പിച്ച കാര്യം ശൗരിക്കുട്ടിയുടെ അർപ്പണ മനോഭാവമായിരുന്നു. എന്തു ജോലി ചെയ്യാനും മുന്നിട്ട് നിൽക്കും. വള്ളത്തിലെ പണികളെല്ലാം അവനറിയാം. ചെയ്യുന്ന ജോലിക്ക് വൃത്തിയും വെടുപ്പുമുണ്ടായിരിക്കും. വല വലിച്ചു കയറ്റാൻ അവൻ മുന്നിൽ തന്നെ നിന്നു. വലിച്ചു തുടങ്ങിയപ്പോഴേ മനസ്സിലായി കറിക്കുള്ള മീനെ കിട്ടൂ. 2 ഭാഗം കൂടി പടിഞ്ഞാറോട്ട് നീങ്ങി വല നീട്ടിയ ശേഷം അവർ ഒന്നിച്ചിരുന്ന് അത്താഴം കഴിച്ചു. കിഴക്ക് വെള്ള കയറും വരെ കടലിൽ പലയിടത്ത് അലഞ്ഞു പണിയെടുത്തിട്ടും മണ്ണെണ്ണക്കാശിനുള്ള മീനേ കിട്ടിയുള്ളൂ. മടങ്ങാൻ നേരം അവർ ശൗരിയെ നോക്കി. എൽദോ ചോദിച്ചു, നിന്റെ വരശൊക്കെ പോയോടെ ശൗരി? എനിക്ക് വരശൊന്നുമില്ല. വല നീട്ടുന്നിടത്ത് മീനുണ്ടാ, നമുക്ക് കിട്ടും. മീനില്ലെങ്കിൽ കിട്ടൂല. ശൗരിക്കുട്ടി തനിക്കറിയാവുന്ന പുതുതത്വം പറഞ്ഞു. മണ്ണെണ്ണക്കാശ് പോലും കിട്ടിയില്ലല്ലോടാ. തോമസ് നിരാശപ്പെട്ടു. എൻ്റെ കുറ്റാണോ ചേട്ടാ? ശരിയാണ്, അവൻ്റെ കുറ്റമല്ല. ഞാൻ യേശുക്രിസ്തു അല്ലല്ലോ. അത് കേട്ട് എൽദോ ചിരിച്ചു. നിനക്ക് ബൈബിളൊക്കെ അറിയാം അല്ലേടാ ശൗരി? അമ്മയുടെ കൂടെ പള്ളി പോകുമ്പം അച്ഛന്മാർ പ്രസംഗം പറയണ കേട്ടിട്ടുണ്ട്. ശിഷ്യന്മാരെയും കൂട്ടി യേശുക്രിസ്തു കടലിപ്പണിക്ക് പോയപ്പോൾ വല നിറയെ മീൻ കിട്ടിയെന്ന്. നിന്നെ ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിലാണ് കൊണ്ടുവന്നേ. നീ ജീസസിൻ്റെ കൂടെ പോയപ്പോഴൊക്കെ ഫ്രാങ്കോന് നല്ല പോലെ മീൻ കിട്ടി, തോമസ് പറഞ്ഞു. മീൻ കിട്ടാത്ത ദിവസമുണ്ട്, ശൗരി പറഞ്ഞു. കറി വയ്ക്കാൻ പോലും മീൻ കിട്ടാത്ത ദിവസങ്ങൾ പോലുമുണ്ട്. ഇനി ഈ രാത്രി നോക്കണ്ട, വലയും വലിച്ച് കരയ്ക്ക് പോകാം. ലോറൻസിന് ഇന്നത്തെ മീൻപിടുത്തം മതിയായി. അവസാനത്തെ വലിക്ക് ശൗരിക്കുട്ടി ഉത്സാഹിച്ചു നിന്നു. വല വലിച്ച് വലക്കള്ളിയിൽ ചുരുട്ടിയിട്ടുകൊണ്ടിരുന്നു. വല വലിച്ച് അവർ കരയ്ക്ക് മടക്കം പിടിച്ചു. മണ്ണെണ്ണക്കാശ് കിട്ടുമോ തോമസേട്ടാ? എൽദോ തിരക്കി. അത് കിട്ടിയേക്കും, പക്ഷേ നമ്മുടെ പണിക്കൂലി അതെവിടെ ചെന്ന് ഒപ്പിക്കും? വൈകുന്നേരം തെങ്ങുംപറമ്പി ഇരുന്ന് ചീട്ട് കളിച്ചാൽ മതി, തോക്കരുത്, ശൗരിക്കുട്ടി പറഞ്ഞു. ചീട്ടുകളിയാണ് അവരുടെ മുഖ്യ വിനോദമെന്ന് അവൻ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട്. നേരം വെളുത്തു വരുമ്പോഴേക്കും അവർ ചെല്ലിക്കടപ്പുറം പിടിച്ചു. മീനെല്ലാം ഓരോരുത്തർ പങ്കിട്ട് അവരവരുടെ പങ്ക് പ്ലാസ്റ്റിക് കാരി ബാഗിലേക്ക് മാറ്റിവെച്ചു. മീനുണ്ടോ? കടപ്പുറത്തു നിന്ന് ജോർജ് വിളിച്ചു ചോദിച്ചു. ജോർജ് ജീസസ് വള്ളത്തിൽ പോയി അരമണിക്കൂർ മുൻപേ കര പറ്റിയവനാണ്. മീനില്ലടാ, എൽദോ വിളിച്ചു പറഞ്ഞു. മത്തിയും വട്ടമത്തിയും അയലയും തിരിയാനും നന്ദനും അടക്കം എല്ലാം കൂടി ആകെ 4 കൂട്ടം മീനുണ്ടായിരുന്നു. കറിക്കുള്ള പങ്ക് മാറ്റിവെച്ചിരുന്നതിനാൽ അത് കണക്കിൽപ്പെടുത്തിയില്ല. ജോർജ് വന്ന് കുട്ടകളിലെ മീൻ നോക്കി. ഇത്രേ കിട്ടിയല്ലോ. ഞങ്ങൾ വിചാരിച്ചു ശൗര്യം കൊണ്ട് നിങ്ങ പോയപ്പം വള്ളം നിറച്ച് മീൻ വാരാൻ പോയതാണെന്ന്. അതൊരു പരിഹാസമാണ്. നിങ്ങൾക്ക് മീൻ കിട്ടിയാ? എൽദോ മറുചോദ്യം ഇട്ടു. 20 കൊട്ടം മീൻ വിട്ടിട്ട് നിൽക്കുകയാണ് ജീസസ്, ജോർജ് പറഞ്ഞു. തൊലി കിട്ടി, അങ്ങ് ചെല്ലാനത്ത് ചെന്ന് പറഞ്ഞാൽ മതി. ചോദിച്ചു നോക്കടാ ഞങ്ങളുടെ തരകൻ്റെ അടുത്ത്, എൽദോ കടപ്പുറത്തിറങ്ങിയ ഉടനെ തിരക്കി. ജീസസിന് ഇന്ന് മീൻ കിട്ടിയോ? കറിക്കുള്ള മീൻ കിട്ടിയിട്ടില്ല. എടാ ജോർജേ. എൽദോ കടപ്പുറത്തിറങ്ങി നോക്കി. ജോർജിൻ്റെ പൊടി പോലും കാണാനില്ല. ശൗരി തൻ്റെ പങ്ക് കറിക്കുള്ള മീനുമായി വീട്ടിലേക്ക് നടന്നു. മാർക്കറ്റിൽ ജനം ഓടിക്കൂടുന്നുണ്ട്. മിക്ക വള്ളങ്ങളിലും കറിക്കുള്ള മീനേയുള്ളൂ. തിമോത്തിയോസ് വന്നപ്പോൾ കുറച്ചും ചെമ്മീൻ കൊണ്ടുവന്നു. ചൂണ്ടയ്ക്ക് പോയ വള്ളങ്ങളിൽ ചിലത് വറ്റയും ചിറകും ഓലക്കുടിയനും കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ 2 or 3 എണ്ണം വീതം മാത്രം. ആ മീനുകൾ കരയ്ക്കെത്തുമ്പോഴേക്കും ഹോട്ടലുകാർ വന്ന് തീ വിലയ്ക്ക് ലേലം വിളിച്ചുകൊണ്ടുപോയി. ശൗരി വലത് കൈയിൽ മീൻ സഞ്ചിയും ഇടത് കൈയിൽ തൊപ്പിയും പിടിച്ച് മുറ്റത്തേക്ക് ചെന്ന് വിളിച്ചു, അമ്മ. അവൻ തിണ്ണയിലേക്ക് കയറുമ്പോഴേക്കും എമിലി ഇറങ്ങി വന്നു. കറിക്കുള്ള മീൻ അവൻ എമിലിയെ ഏൽപ്പിച്ചു. 2-2.5 കിലോ മീനുണ്ടായിരുന്നു. കടലിൽ പോയിട്ട് എങ്ങനുണ്ട് മോനെ? ഓ, മടുപ്പാണമ്മ, ഒന്നും കിട്ടിയില്ല. കറിക്കുള്ള മീനുണ്ടല്ലോ? അതേയുള്ളൂ. കടലിൽ മീനില്ലെന്ന് ആർക്കും കിട്ടണില്ലെന്ന്. സാരമില്ല, നീ വിഷമിക്കണ്ട. എന്നും കടലിൽ നിന്ന് മീൻ കിട്ടത്തില്ലല്ലോ.
ബോട്ടുകാർ വന്ന് വാരണുണ്ട്. അവർ വന്ന് തൂത്തുവാരിക്കൊണ്ട് പോണ കാരണം കൊണ്ട മീൻ കിട്ടാത്തതെന്ന് തോമസ് ചേട്ടൻ പറയണ. കടലിലെ മീനെല്ലാം ബോട്ടുകാർ വാരിക്കൊണ്ട് പോണുണ്ടോ? വള്ളങ്ങൾ പോകുമ്പോഴും മീൻ കിട്ടാറുണ്ടല്ലോ. ഇന്ന് കിട്ടും ശൗരിക്കുട്ടിയെ, നീ സമാധാനപ്പെട്. ഇന്ന് പോണുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. മീനില്ലെങ്കിൽ പോകാൻ മടിയാ, ചെലവ് കാശ് കിട്ടണ്ടേ. ശൗരിക്കുട്ടി അതും പറഞ്ഞ് സോപ്പും എടുത്ത് കുളിക്കാനായി കുളത്തിലേക്ക് പോയി. എമിലി പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ നിന്ന് ഒരു കൈ മീൻ വാരി ചട്ടിയിലിട്ട് വിൻസിയെ ഏൽപ്പിച്ചു. ഒന്ന് വേഗം വെട്ടിക്കഴുകിക്കൊണ്ടുവാ, പിള്ളേർക്ക് ചോറിൻ്റെ കൂടെ കൊടുക്കാവല്ലോ. വിൻസി അതും വെട്ടിക്കഴുകിക്കൊണ്ടുവന്നു. എമിലി അത് വറുത്ത് ജാനറ്റിനും ഡെന്നിച്ചനും ചോറ് കൊടുത്തു. ഇന്ന് പുട്ടും കടലയും മതിയായിരുന്നു. ഡെന്നിച്ചൻ പരാതിപ്പെട്ടു. എവിടെ ഇരിക്കുന്നടാ പുട്ടും കടലയും? നിന്റെ അനിയൻ കടലിൽ പണിക്ക് പോയി കൊണ്ടുവരണല്ലോ നിനക്ക് പുട്ടും കടലയും തിന്നണമെങ്കിൽ. എമിലി ഡെന്നിച്ചനോട് ചോദിച്ചു. 6ാം ക്ലാസ്സിലാണ് ഡെന്നിച്ചൻ പഠിക്കുന്നത്. ജാനറ്റ് 8ലും. അവരുടെ ഇളയ സഹോദരനാണ് വീട്ടുചെലവുകൾ നടത്തുന്നത് എന്ന ബോധം 2 പേർക്കുമില്ല. റേഷനരിയുടെ ചോറാണ് രാവിലെ വെച്ചു വിളമ്പിയത്. 2 പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് പലഹാരങ്ങളാണ് പഥ്യം. ജാനറ്റാണെങ്കിൽ ചിലപ്പോൾ കണ്ണുമടച്ച് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. അവളുടെ ചെരുപ്പിൻ്റെ നിറം പോയി, ഒരു വശം ചെരിഞ്ഞു തേഞ്ഞു. സ്കൂൾ ബാഗിൻ്റെ മൂല കീറി, പെറ്റിക്കോട്ടിൻ്റെ തുന്നൽ വിട്ടു, യൂണിഫോം ടോപ്പിൻ്റെ നിറം മങ്ങി. ഇതെല്ലാം വേറെ വാങ്ങണം. ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെടുന്നവളാണ് ജാനറ്റ്. അവൾക്ക് പൗഡറും ക്യൂടെക്സും പൊട്ടും കൺമഷിയും ഐബ്രോ പെൻസിലും വളയും ഹെയർ ബാൻഡും എല്ലാം വേണം. ചില ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ എമിലി മുഖത്തടിച്ച പോലെ ചോദിക്കും, നിനക്കൊരു മനസാക്ഷിയില്ലേടി? 10 വയസ്സുള്ള ആ കൊച്ച് കടലിൽ പണിക്ക് പോയിട്ട് വേണോടി നിനക്ക് അണിഞ്ഞൊരുങ്ങി നടക്കാൻ? നീ എന്താ സിനിമയിൽ അഭിനയിക്കാൻ പോണോ? ഡെന്നിച്ചിന് വേഷഭൂഷാദികളിൽ വലിയ കമ്പമില്ല. വറുത്ത മീനും കൂട്ടി റേഷനരിയുടെ ചോറും തിന്ന് ഡെന്നിച്ചനും ജാനറ്റും സ്കൂളിലേക്ക് പോയി. ശൗരി കുളി കഴിഞ്ഞ് വന്ന് കട്ടൻ കാപ്പിയും കുടിച്ചു കിടന്നു. അവന് ഇനി ഉണരുമ്പോൾ മതി ഭക്ഷണം. 11 മണിയോടെ കത്രീന വന്ന് കുഞ്ഞിനെ വിളിച്ചു. എബി നാളെ പെണ്ണ് കാണാൻ വരട്ടേന്ന് ചോദിക്കണ. എന്നാ പറയണം? കുഞ്ഞന്നെ ഉടൻ എമിലിയോട് വിവരം പറഞ്ഞു. വരാൻ പറ അമ്മേ. എമിലി സമ്മതം പറഞ്ഞു. ശൗരിക്കുട്ടി ഉച്ചയ്ക്ക് ഉറക്കമുണർന്ന് മീൻകറി കൂട്ടി ചോറ് വാരി ഉണ്ണുന്നതിനിടയിൽ എമിലി നാളത്തെ പെണ്ണ് കാണലിനെ പറ്റി അവനോട് പറഞ്ഞു. ആ വന്ന് കാണട്ടെ, ശൗരിക്കുട്ടി അഭിപ്രായപ്പെട്ടു. 4 മണിക്ക് അവൻ കടപ്പുറത്ത് പോയി ഒന്ന് ചുറ്റിക്കറങ്ങി. ജീസസ് കരയ്ക്ക് കട്ടപ്പുറത്തിരിക്കുന്നത് അവൻ കണ്ടു. ഫ്രാങ്കോയും കൂട്ടരും തെങ്ങും തണലിലിരുന്ന് ചീട്ട് കളിക്കുന്നു. സെൻറ് തോമസ് കരയ്ക്കിരിപ്പാണ്. പക്ഷേ ലോറൻസും എൽദോയും കൂടി വള്ളത്തിൻ്റെ കല്ലുകൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ശൗരിക്കുട്ടി അവിടേക്ക് ചെന്നു. ഇന്ന് പണിയുണ്ടോ ചേട്ടാ? ശൗരി ചോദിച്ചു. ഉണ്ടടാ, നിന്നെ വിളിക്കാൻ തോമസ് ചേട്ടൻ വന്നില്ലേ? ഇല്ല. ശൗരി കൈമലർത്തി. നിനക്കിനി വീട്ടിലോട്ട് പോണോ? പോണം. എന്നാ പോയിട്ട് പാടാ. ശൗരി തിരിഞ്ഞോടി. 10 മിനിറ്റിനകം തൊപ്പിയും തോർത്തും ട്രൗസറും കോട്ടുമായി വന്നു. തോമസ് ചേട്ടനെ ഞാൻ കണ്ടു. വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞേച്ചു പോന്നു. വള്ളം പുറപ്പെടാനായപ്പോഴാണ് തോമസ് ചേട്ടൻ എത്തിയത്. മണ്ണെണ്ണ കന്നാസും വെള്ളം നിറച്ച കന്നാസുകളും വള്ളത്തിൽ കയറ്റി. സ്റ്റവും പാത്രങ്ങളും അരി സാധനങ്ങളും കയറ്റി. മണൽ പരപ്പിൽ തടിക്കട്ടകൾ മാറ്റി മാറ്റി ഇട്ടുകൊടുത്തു. സെൻറ് തോമസ് കടലിലിറങ്ങി. ഓരോരുത്തരായി വള്ളത്തിൽ പരത്തി പിടിച്ചു കയറി. ശൗരിക്കുട്ടിയെ എൽദോയും ഫ്രാൻസിയും ചേർന്ന് വലിച്ചു കയറ്റി. ജീസസ് ഇന്ന് പോണില്ലത്രേ. കടലിൽ പോയിട്ട് ചെലവുകാശ് പോലും കിട്ടുന്നില്ലെങ്കിൽ പോണില്ലെന്നാ പറയണത്, തോമസ് പറഞ്ഞു. പല വള്ളങ്ങളും കടലിൽ പോകാതെ കരയ്ക്കിരിപ്പാണ്. എത്രായിരം വള്ളങ്ങളാ, എത്രയെത്ര കടപ്പുറങ്ങളിന്നാ, എത്രായിരം ബോട്ടുകളാ, ഏതെല്ലാം രാജ്യങ്ങളിന്നാ. എല്ലാം രാപ്പകലില്ലാതെ വന്ന് കോരിക്കൊണ്ടിരിക്കുവല്ലേ. ഇതിനും മാത്രം മീൻ എവിടെ കിടക്കണ? മീനില്ല എന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? തോമസ് ചേട്ടന് കടലിനെപ്പറ്റി മറ്റുള്ളവരെക്കാൾ ഗ്രാഹ്യം കൂടുതലുണ്ട്. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കന്യാകുമാരി വരെയുള്ള കടപ്പുറങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളയാളാണ്. ഇന്ന് മീൻ കിട്ടുകട ശൗരി? എൽദോ തമാശയ്ക്ക് ചോദിച്ചു. എനിക്ക് തോന്നുന്ന ഭാഗത്ത് വല നീട്ടാവോ? ശൗരിക്കുട്ടി തിരിച്ചു ചോദിച്ചു. അതെവിടെയാ? അതെനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. ഒരു തരം അറിയുമ്പം എനിക്ക് തോന്നും. പോടാ, വെറുതെ പറയുക. ഇടയ്ക്കിടെ ആഴം നോക്കി വള്ളം പോയിക്കൊണ്ടിരുന്നു. ശൗരി സ്റ്റവ് കത്തിച്ച് അരിയിട്ടു. എടാ 12 ഭാഗം. എൽദോ ആഴമളന്നിട്ട് പറഞ്ഞു. ശൗരി എഴുന്നേറ്റ് നിന്ന് കടലിലേക്ക് നോക്കി. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇരുട്ടും വിവിധ ദൂരങ്ങളിൽ സഞ്ചരിക്കുന്ന വള്ളങ്ങളിലെ വെളിച്ചവും മാത്രം. കുറച്ചുകൂടെ വടക്കോട്ട് പോട്ടെ. ശൗരി ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു. ആകാശത്ത് നോക്കിയ കടലിൽ മീനുണ്ടെന്ന് എങ്ങനെ അറിയാമെടാ? തോമസ് ചോദിച്ചു. ശൗരി ചിരിച്ചതേയുള്ളൂ. അവൻ്റെ തമാശകളല്ലേ ഇതൊക്കെ. ആകാശത്ത് നോക്കിയിട്ട് കടലിൽ മീൻ പിടിക്കുക ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല.
ശൗരിയും ഓർത്തു, ശരിയാണല്ലോ, അവനും കേട്ടിട്ടില്ല. ജർമ്മിച്ചായൻ പോലും അങ്ങനൊരു സൂത്രം പറഞ്ഞു കൊടുത്തിട്ടില്ല. അതവൻ്റെ ഒരു ഉൾവിളിയാണ്. അപ്പോൾ തോന്നിയതാണ്. വള്ളം വടക്ക് പടിഞ്ഞാറ് പായുമ്പോൾ ശൗരി പറഞ്ഞു, ഇവിടെ മതി. ശൗരി പറഞ്ഞെടുത്ത് വള്ളം പിടിച്ചിട്ട് വല നീട്ടി. നീ ഞങ്ങളെ പൊട്ടന്മാരാക്കുവാണല്ലേടാ? ലോറൻസ് അവനോട് ചോദിച്ചു. ശൗരിക്ക് അറിഞ്ഞുകൂടാ അവിടെ മീനുണ്ടോ എന്ന്. അതൊരു തോന്നലായിരുന്നു. വലയുടെ വൃത്തം വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ച് ഇരട്ടി ശക്തിയിൽ ഇടിച്ചു തുടങ്ങി. തമ്പുരാനെ, മീൻ കിട്ടിയാൽ മതിയായിരുന്നു. അവൻ ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളോടും അവയുടെ വിധാനിപ്പുകാരനോടും മന്ത്രിച്ചു. അതൊരു പ്രാർത്ഥനയൊന്നുമല്ല, അതിതീവ്രമായ അഭിലാഷമാണ്. ദേ മീൻ പൊലപ്പ്! എൽദോ വിളിച്ചു കൂകി. കടലിൽ വൃത്താകൃതിയിൽ വിരിഞ്ഞു കിടക്കുന്ന വലയുടെ പൊന്തുകൾക്ക് മീതെ 100 കണക്കിന് മീനുകൾ വായുവിൽ ഉയർന്നു ചാടുന്നു. വലയിട്ടതറിഞ്ഞ് മീനുകൾ കൂട്ടത്തോടെ രക്ഷപ്പെടുകയാണ്. വള്ളത്തിൽ നിന്നുള്ള വെളിച്ചത്തിൽ ചാടിമറിയുന്ന ഓരോ മീനും വെള്ളി നാണയങ്ങൾ പോലെ തിളങ്ങുന്നു. അങ്ങനെ 100 കണക്കിന്, 1000 കണക്കിന്. എൽദോ ചേട്ടാ, ചാടിക്കോ! ശൗരിക്കുട്ടി വിളിച്ചു പറഞ്ഞതും കടലിലേക്ക് കൂപ്പുകുത്തിയതും ഒന്നിച്ചു കഴിഞ്ഞു. എൽദോയും ലോറൻസും കടലിലേക്ക് ചാടി. തോമസും ആൽബിയും ജെക്കോയും അന്തം വിട്ട് കടലിലേക്ക് കണ്ണുനട്ട് നിന്നു. അധ്യായം 48. കരയിൽ വന്നിടിച്ച് മടങ്ങുന്ന തിരകളെ മുറിച്ചു വരികയാണ് സെന്റ് തോമസ്. സെന്റ് തോമസിന്റെ വരവും കാത്ത് കടപ്പുറത്ത് കുറേ പേർ തടിച്ചുകൂടിയിട്ടുണ്ട്. അവർക്ക് ഇതിനകം വിവരം കിട്ടിക്കഴിഞ്ഞു. സെന്റ് തോമസ് മീൻ കൊണ്ടുവരുന്നുണ്ട്. ജീസസും വേളാങ്കണ്ണി മാതാവും ശ്രീ അയ്യപ്പനുമൊക്കെ കരയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ സെന്റ് തോമസ് വള്ളം നിറച്ച് മത്തിയും കൊണ്ടാണ് വരുന്നത്. ദൂരെ നിന്ന് സെന്റ് തോമസ് വരുന്നത് നല്ല പരിചയക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. സെന്റ് തോമസ് ഇന്ന് കാശ് വരും. പഴയകാലത്തെ തരകന്മാരിലൊരാളായ ഗീവർഗീസ് ചേട്ടൻ പറഞ്ഞു. കാരണം കരയ്ക്ക് വേറെ മീനൊന്നും വന്നിട്ടില്ല. മിക്ക വള്ളങ്ങളും നിരാശയോടെയാണ് തിരിച്ചെത്തിയത്. ചിലർക്ക് മിക്സ്ചർ കിട്ടി. ക്രിസ്തുരാജന് 4-5 കിലോ ചെമ്മീനാണ് കിട്ടിയത്. മേരിമാതായ്ക്ക് കണ്ണിയായില്ല. അതെല്ലാം വളരെ വേഗം വിറ്റുപോയി. അങ്ങനെ മീനില്ലാത്ത മാർക്കറ്റിലേക്കാണ് ഒരു വള്ളം മത്തിയുമായി സെന്റ് തോമസിൻ്റെ വരവ്. ശൗരിക്കുട്ടി വള്ളത്തിൻ്റെ അണിയത്ത് തന്നെ 2 ഇളിക്കും കയ്യൂന്നി നിവർന്നു നിൽപ്പുണ്ടായിരുന്നു. വള്ളം കരയിലേക്ക് മെല്ലെ അടുത്തു. മണൽത്തട്ടിൽ ഇടിച്ചു നിന്നു. ശൗരിക്കുട്ടി വള്ളത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. വള്ളത്തിനു ചുറ്റും ആളുകൾ വന്നു പോയിക്കൊണ്ടിരുന്നു. മീൻ കാണാൻ വേണ്ടി വരികയാണ്. അതിനുശേഷം കോരുകാർ വന്നുകൂടി. ആരും ധൃതി പിടിക്കണ്ട, മീനുണ്ട്. തോമസ് വള്ളപ്പടിയിൽ നിന്നുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു. ആൾക്കൂട്ടത്തെ അകറ്റി നിർത്തിയ ശേഷം കുട്ടയിൽ മീൻ കോരാൻ തുടങ്ങി. ശൗരിക്കുട്ടി കരയിൽ ചെന്ന് നിന്നു. സൈമൺ തരകൻ്റെ ആളാണ് ലേലം വിളിക്കുന്നത്. ലേലം വിളിയിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ടെന്ന് ശൗരിക്കുട്ടി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മീൻ ലേലം വിളിക്കുമ്പോൾ താല്പര്യമില്ലാത്ത ആളുകളാണ് കയറ്റി വിളിക്കുന്നതെങ്കിൽ തരകൻ 900 രൂപ ഒരു തരം, 900 രൂപ 2 തരം, 900 എന്നിങ്ങനെ ഞൊടിയിടയിൽ കച്ചവടം ഉറപ്പിക്കും. മറ്റുള്ളവർ കയറ്റി വിളിക്കാൻ വാ തുറന്നു വരുമ്പോഴേക്കും കച്ചവടം കഴിയും. 14 കുട്ട മീനുണ്ടായിരുന്നു സെന്റ് തോമസിൽ. ഇളം പച്ച നിറത്തിൽ തിളങ്ങുന്ന മത്തികൾ കുട്ട നിറയെ അടുങ്ങിക്കിടന്നു. ശൗരിക്കുട്ടി 2 ക്യാരി ബാഗിൽ കറിക്കുള്ള മീനെടുത്തു. എന്തിനടാ 2 സഞ്ചി? ജെക്കോ ചോദിച്ചു. വേണം, അത്രയേ ശൗരിക്കുട്ടി പറഞ്ഞുള്ളൂ. ജെക്കോ അവനെ ചോദ്യം ചെയ്യാനൊന്നും മുതിർന്നില്ല. ഇന്ന് തങ്ങൾക്ക് കിട്ടിയ എല്ലാ മീനും അവൻ്റേതാണെന്ന് അയാൾക്കറിയാം. കരയ്ക്കിറങ്ങിയ ശൗരി നേരെ ജർമ്മിച്ചായൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ലീനാമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടായിമാരൊക്കെ എന്തേ ചേച്ചി? ശൗരിക്കുട്ടി ചോദിച്ചു. അവർ കടപ്പുറത്ത് കാണുമല്ലോ. ചായക്കടയിലായിരിക്കും, ഞാൻ കണ്ടില്ല. നീ എന്താ ഇപ്പം അവരുടെ കൂടെ കടലിൽ പോവാത്തെ? അവർ വേണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വേറെ വള്ളത്തിലാണ് പോണത്. ഏതു വള്ളം? സെന്റ് തോമസ്. തോമസ് ചേട്ടനൊക്കെ പോണ വള്ളം. ശൗരിക്കുട്ടി വലം കയ്യിലിരുന്ന സഞ്ചി ലീനാമ്മയുടെ നേർക്ക് നീട്ടി. ഇതെന്താടാ, മീനാ? ആണ്, ഞങ്ങൾ ഇന്നലെ രാത്രി കടലിൽ പോയി. മത്തിയാ കിട്ടിയത്. ലീനാമ്മ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വാങ്ങിച്ച് അത് വിടർത്തി നോക്കി. 3-4 കിലോയ്ക്കടുത്ത് ഒന്നാന്തരം മത്തി. കറിക്കുള്ള മീനാ. ചേട്ടായിമാർ ഇന്നലെ കടലിപ്പണിക്ക് പോയില്ലല്ലോ. ഞാൻ പോട്ടെ. ശൗരിക്കുട്ടി തിരിഞ്ഞു നടന്നു. അതും നോക്കി ലീനാമ്മ അത്ഭുതത്തോടെ നിന്നു. 4 കിലോയ്ക്കടുത്ത് മത്തി തന്നിട്ട് പോയിരിക്കുന്നു. അതും വെറുതെ. ഫ്രാങ്കോ ഉച്ചയൂണിന് വീട്ടിൽ വന്നപ്പോൾ സ്വയംപൻ മത്തിക്കറി, പൊരിച്ച മത്തി വേറെ. ഇതെവിടുന്ന് കിട്ടിയടി? ഇന്ന് കടപ്പുറത്ത് മത്തിയില്ലായിരുന്നല്ലോ? ഫ്രാങ്കോ ചോദിച്ചു. സെന്റ് തോമസിന് മത്തി കിട്ടിയെന്ന് ശൗരിക്കുട്ടി പറഞ്ഞത്. ആ ശരിയാ, 14 കൊട്ട. അത് മുഴുവൻ ചങ്ങനാശ്ശേരിക്കാർ ലേലം പിടിച്ച് വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി. ചെല്ലിക്കടപ്പുറത്ത് ആർക്കും ഒരൊറ്റ മത്തി കിട്ടിയില്ലല്ലോ. ശൗരിക്കുട്ടി ഇവിടെ വന്നായിരുന്നോ? ഉവ്വ്,
അവനാ തന്നെ കറിക്കെടുത്തോളാൻ പറഞ്ഞ് 1 2 3-4 കിലോ ഉണ്ട് ചേട്ടാ. അവൻ വെറുതെ തന്നാ. പൈസയ്ക്ക് അവനിവിടെ കൊണ്ടുവന്ന് മീൻ വിൽക്കുമോ? ചേട്ടൻ എന്താ പറയണത്? അവനാള് കൊള്ളാവല്ലോ. ഞങ്ങൾ അവനെ വള്ളത്തിന്ന് തള്ളിയതാ. കഷ്ടമായിപ്പോയി. അവനെ തിരിച്ചു വിളിക്ക് ചേട്ടാ. സെൻറ് തോമസിൻ്റെ വള്ളക്കാർ പറയുവോ ശൗര്യ അവർക്ക് കാട്ടിക്കൊടുത്തെന്ന്. അവൻ ആകാശത്തോട്ട് നോക്കിയിട്ട് പിന്നെ കടലിലൊരു വട്ടം വരച്ച് കാണിച്ചു. അവിടെ വല നീട്ടിക്കൊള്ളാൻ പറഞ്ഞു. വല വീഴേണ്ട താമസം മീൻ പാഞ്ഞു കയറുകയായിരുന്നത്രേ. സെൻറ് തോമസിൻ്റെ നല്ല സമയം. ശൗര്യക്കുട്ടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ? അവനെ തിരിച്ചു വിളിക്ക്. അവനുണ്ടായിരുന്നപ്പോൾ നമുക്ക് മിക്ക ദിവസവും പണിയുണ്ടായിരുന്നല്ലോ, ഇല്ലായിരുന്നോ? അവനെ സെൻറ് തോമസ് കൊണ്ടുപോയില്ലേ? ഇനി ചോദിക്കുന്നത് മോശമല്ലേ? നമ്മളവനെ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞടി. മിനിയാന്നും അവൻ വന്ന് ചോദിച്ചതാ. സെൻറ് തോമസുകാർ വിളിക്കുന്നു, ഇവിടെ പണിയില്ലെങ്കിലേ പോകത്തുള്ളെന്ന്. ഞാൻ പറഞ്ഞു പോയിക്കൊള്ളാൻ. ഇനി എങ്ങനെ അവൻ്റെ അടുത്തോട്ട് ചെല്ലും? ഫ്രാങ്കോ ചേട്ടൻ ഒറ്റയാൾ കാരണമാ. ഇല്ലെങ്കിൽ അവൻ നമ്മുടെ കൂടെ നിന്നേനെ. ഡാനിയലും ജ്യേഷ്ഠനെ കുറ്റപ്പെടുത്തി. ശൗരിയുടെ വീട്ടിലും ഊണിന് മീൻ കറിയും മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. ഉച്ചവരെ കിടന്നുറങ്ങിയ ശൗരി എണീറ്റ് വന്നിരുന്നു. കുഴിച്ചുരുട്ടി വയറു നിറയെ ഉണ്ടു. ശൗരി കൊണ്ടുവന്ന മീൻ എമിലി അയലത്തെ വേണ്ടപ്പെട്ടവർക്കും വിതരണം ചെയ്തു. ശൗരിക്ക് അന്ന് 1400 രൂപ പങ്ക് കിട്ടി. അമ്മ, എനിക്കൊരു മൊബൈൽ ഫോൺ വേണം. ശൗരിക്കുട്ടി തൻ്റെ ആഗ്രഹം പറഞ്ഞു. അതിനൊക്കെ വലിയ വിലയാവത്തില്ലേ? എമിലി ചോദിച്ചു. ഇല്ലമ്മ, 500 രൂപയ്ക്ക് ഫോൺ കിട്ടും. അലുമിനിയത്തിൻ്റെ കളറുള്ള ഒരുതരം ചെറിയ ഫോൺ. അതിൻ്റെ കമ്പനിക്കാർ മറ്റ് വിൽക്കണ മാതിരി വിൽക്കണുണ്ട്, ശൗരിക്കുട്ടി പറഞ്ഞു. ആദ്യം എമിലിക്ക് വിശ്വാസം വന്നില്ല. മൊബൈൽ ഫോൺ സമ്പന്നന്മാർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ആഡംബരമായിട്ടാണ് എമിലി കണക്കാക്കിയിരുന്നത്. റെജീനയുടെ ഭർത്താവ് ജോജോ അമ്മാതിരി ഒരെണ്ണം വാങ്ങിയപ്പോൾ അഹങ്കാരത്തിൻ്റെ കൂടുതലല്ലേ, നമുക്കിതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് റെജീനയെ ശകാരിക്കുകയും ചെയ്തവളാണ് എമിലി. എടാ മോനെ, അതിൽ വിളിച്ച 8-10 രൂപയാ പോണേ ഒരു മിനിറ്റിന്. ഇല്ലമ്മ, എല്ലാവരും വാങ്ങണുണ്ട്. നമ്മൾ കുറച്ച് പൈസ അടച്ചിട്ട് അത്യാവശ്യത്തിന് മാത്രം വിളിച്ചാൽ മതി. മകൻ്റെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായി നിന്നില്ല എമിലി. ആവശ്യമില്ലാത്ത ഒരു സംഗതി വേണമെന്ന് ശൗരിക്കുട്ടി പറയില്ല. ആ ഫോൺ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ശൗരിക്കുട്ടി കാണുന്നുണ്ടായിരിക്കും എന്ന് എമിലിക്ക് തോന്നി. ശൗരിക്കുട്ടി 501 രൂപ കൊടുത്ത് റിലയൻസിൻ്റെ ഒരു ഫോൺ വാങ്ങി. തോമസ് ചേട്ടനും എൽദോയ്ക്കും അനീഷിനും അതുപോലത്തെ ഫോണുണ്ടെന്ന് അവൻ എമിലിയോട് പറഞ്ഞു. 5000-ഉം 10,000-ഉം രൂപയ്ക്ക് സെൽഫോണുകൾ വിറ്റുകൊണ്ടിരുന്ന സമയത്ത് പുതിയ ഫോൺ കമ്പനി കേവലം 500 രൂപയ്ക്ക് വിറ്റുകൊണ്ട് സൃഷ്ടിച്ചത് ഒരു മൊബൈൽ ഫോൺ വിപ്ലവമായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലും മത്സ്യവില്പനക്കാരൻ്റെ വീട്ടിലും മൊബൈൽ ഫോൺ എത്തി. മത്സ്യത്തൊഴിലാളികൾ തമ്മിലും കടലിൽ പോകുന്ന വള്ളങ്ങൾ തമ്മിലും ആശയവിനിമയം സുസാധ്യമായി. എവിടെ ഏത് വള്ളത്തിന് എത്രമാത്രം മീൻ കിട്ടി, ഏത് കടപ്പുറത്താണ് വില കൂടുതൽ കിട്ടുക, ഏത് കടപ്പുറത്താണ് മീനില്ലാത്തത് ഇത്യാദി വിവരങ്ങൾ അപ്പോഴപ്പോൾ ലഭിക്കുമെന്നായി. കടലും കരയും തമ്മിലുള്ള വാർത്താവിനിമയ അകലം നോട്ടിക്കൽ മൈലുകളിൽ നിന്ന് സെക്കൻഡുകളിലേക്ക് ചുരുങ്ങി. ശൗരിക്കുട്ടി കടലിൽ പോകുന്ന വള്ളക്കാരോട് മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് എമിലിയും കുഞ്ഞനെയും അതിശയപ്പെട്ടു നോക്കി നിന്നു. ഡെന്നിച്ചനും ജാനറ്റിനും മൊബൈൽ ഫോണിൽ സംസാരിക്കാനുള്ള കൊതി തീർത്തതും ശൗരിക്കുട്ടി തന്നെ. 2 പേരെ കൊണ്ടും മൊബൈൽ ഫോണിൽ കൂടി എൽദോയോട് സംസാരിപ്പിച്ചു. പിന്നീട് റെജീന വന്നപ്പോൾ ജോജോയുടെ മൊബൈൽ ഫോൺ നമ്പർ വാങ്ങി വെച്ചിട്ട് എമിലി ശൗരിക്കുട്ടിയുടെ ഫോണിൽ ആഴ്ചയിൽ 1 തവണയെങ്കിലും റെജീനയെ വിളിക്കുന്നത് പതിവാക്കി. മൊബൈൽ ഫോൺ സമ്പന്നരുടെ ആഡംബര വസ്തു മാത്രമല്ല, പാവപ്പെട്ടവരുടെ ജീവിതോപാധികൾക്കും കൂടി ഉപകരിക്കുന്ന സംഗതിയാണെന്ന് എമിലിക്ക് ക്രമേണ മനസ്സിലായി. കടലിൽ പണിയില്ലാത്ത ദിവസമാണെങ്കിൽ അതറിയാൻ ഒരു ഫോൺ കോൾ മതി. മുൻപ് വള്ളക്കാരുടെ വീട്ടിൽ പോയി തിരക്കണമായിരുന്നു. ചെല്ലിക്കടപ്പുറത്ത് ചാകരയില്ലാതാകുമ്പോൾ വള്ളക്കാർ ചെല്ലാനത്തോ പുന്നപ്രയിലോ ചെത്തിയിലോ ആണ് വള്ളമിറക്കുന്നതും അടുപ്പിക്കുന്നതും. അത്തരം അവസരങ്ങളിൽ വെളുപ്പിന് 4 മണിക്കും 5 മണിക്കുമൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകേണ്ടി വരും. അങ്ങനെ എണീറ്റ് ചെല്ലുമ്പോഴായിരിക്കും അറിയുക ഇന്ന് കടലിൽ പോകുന്നില്ലെന്ന്. വെറുതെ തിരികെ പോരേണ്ടി വരും. മൊബൈൽ ഫോൺ ശൗരിക്കുട്ടിയെ അത്തരം ബുദ്ധിമുട്ടിക്കലുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി. കടലിൽ പണിയുണ്ടെങ്കിൽ വെളുപ്പിന് 4-നും 5-നുമൊക്കെ വള്ളക്കാർ ശൗരിയെ മൊബൈൽ ഫോണിൽ വിളിക്കും. അപ്പോൾ എണീറ്റ് പോയാൽ മതി. പണിയില്ലെങ്കിൽ പോവുകയും വേണ്ട. ശൗരിക്കുട്ടി ചെന്നതിന് ശേഷം സെൻറ് തോമസിന് ചാകരയായിരുന്നു. കടലിൽ പോയിട്ട് ചിലവ് കാശ് പോലും മുതലാക്കാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടില്ല. മിക്ക ദിവസങ്ങളിലും നല്ല കോള് കിട്ടുകയും ചെയ്തു. കടല് കരിഞ്ഞ് ഒന്നും കിട്ടാതെ മടങ്ങേണ്ടി വരുമെന്ന് തോന്നിക്കുന്ന ദിവസങ്ങളിൽ പോലും
സെൻറ് തോമസിന് ഒരു പ്രതീക്ഷയുണ്ട്. അവസാനം ശൗരി എന്തെങ്കിലുമൊക്കെ മാജിക്ക് കാണിക്കും. ശൗരി പറയുന്നിടത്തേക്ക് വള്ളക്കാർ വള്ളം ഓടിക്കും. ശൗരി പറയുന്നിടത്ത് നിർത്തും, വല നീട്ടും. ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ശൗരിക്കും അറിയില്ല അതെങ്ങനെ ശരിയാകുന്നുവെന്ന്. സംഖ്യകളില്ലാത്ത കണക്കുകൂട്ടലാണത്. കടൽ, ആകാശം, കാറ്റ്, മേഘം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, തിരകൾ, വള്ളം ഇതെല്ലാം കൂടിച്ചേർന്ന് ശൗരിയുടെ ബോധം മനസ്സിലേക്ക് ഇടിമിന്നൽ പോലെ ഒരു തോന്നലിനെ അയക്കും. ഇവിടെ സെന്റ് തോമസ് വള്ളക്കാർ വളരെ സന്തോഷത്തോടെ ഒരു പങ്ക് ശൗരിക്ക് കൊടുത്തുപോന്നു. ഇതിനിടയിൽ വിൻസിയുടെ പെണ്ണുകാണൽ ചടങ്ങ് നിശ്ചയിച്ചു. ഞായറാഴ്ച ദിവസം കാവുംകാട്ടെ കത്രീനയുടെ ബന്ധു എബിസൺ വിൻസിയെ കാണാനെത്തി. എബിസനോടൊപ്പം എബിസന്റെ ജ്യേഷ്ഠൻ റോബിൻസൺ, കത്രീനയുടെ മകൻ ബിബിൻ എന്നിവരുമുണ്ടായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ടുവന്നത് കത്രീനയും. പെണ്ണ് കാണലിന് വന്നവർക്ക് കൊടുക്കാനുള്ള പലഹാരങ്ങൾ ബേക്കറി കടയിൽ നിന്ന് ശൗരിക്കുട്ടിയാണ് വാങ്ങിക്കൊണ്ടുവന്നത്. വന്നവർക്ക് ചായ കൊടുക്കാനുള്ള പാലും പഴങ്ങളും കൂടി ശൗരി കരുതിയിട്ടുണ്ടായിരുന്നു. കടലിൽ പോകുന്നവനാണ് എബിസൺ. എബി എന്ന് എല്ലാവരും വിളിക്കും. 8ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വയസ്സ് 32ആയി. കല്യാണം കഴിക്കാതിരുന്നത് അതിനോട് താല്പര്യം തോന്നാഞ്ഞിട്ടാണെന്ന് മറുപടി. ഇപ്പോൾ താല്പര്യം തോന്നിയത് അമ്മയുടെ നിർബന്ധം കൊണ്ടും. സംസാരിച്ചു വന്നപ്പോൾ കുഞ്ഞന്നയ്ക്കും എമിലിക്കും കാര്യം മനസ്സിലായി. ഉഴപ്പനാണ്. ഒരു ദിവസം കടലിൽ പോയാൽ പിന്നെ 2 ദിവസം വെറുതെ നടക്കും. എവിടെ പെരുന്നാളുണ്ടെങ്കിലും അവിടെ അലഞ്ഞു തിരിയും. ഉത്തരവാദിത്വ ബോധമില്ല. പള്ളിപ്പെരുന്നാളുകളും ഉത്സവങ്ങളുമാണ് ഹരം. കള്ളുകുടി, ചീട്ടുകളി, ബീഡിവലി ഇത്യാദി ദുസ്വഭാവങ്ങൾ കുറേശ്ശെയുണ്ട്. കാണാൻ ഇത്തിരി കറുത്തിട്ടാണ്. വിൻസിയാണെങ്കിൽ വെളുത്ത പെണ്ണ്. കാറ്റും വെയിലുമേറ്റ് മങ്ങിയ പോലൊരു വെളുപ്പ്. കുഞ്ഞന്നയ്ക്കും എമിലിക്കും ചെറുക്കനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞു. എനിക്ക് ഈ ചെറുക്കൻ മതി, വിൻസി തീർത്തു പറഞ്ഞു. അധ്യായം 49. പെണ്ണ് കാണൽ ചടങ്ങിന് ശേഷം പെൺവീട്ടുകാരുടെ മറുപടി അറിയാൻ കാവുങ്കൽ കത്രീനയും എബിസനും അല്പനേരം കാത്തുനിന്നു. പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞന്ന അവരെ മടക്കി അയച്ചു. എമിലി വിൻസിയോട് നിനക്ക് ആ ചെറുക്കനെ മതിയോടി എന്ന് ചോദിച്ചപ്പോൾ പ്രതീക്ഷിച്ച ഉത്തരം അതിന് വേണ്ട എന്നായിരുന്നു. ഓ, എനിക്കത് മതി. അത് ചെറുക്കനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഉത്തരമായിരുന്നില്ല. ആ മറുപടിക്ക് പിന്നിൽ കുറേയധികം വേവലാതികളുണ്ടെന്ന് എമിലിക്ക് തോന്നി. ചോദിച്ചറിഞ്ഞിടത്തോളം അത്ര നല്ല ചെക്കനൊന്നുമല്ല. കള്ളു കുടിക്കും, ബീഡി വലിക്കും, ചീട്ടും കളിക്കും. അതൊന്നുമില്ലാത്തവരാരാ ഈ കടപ്പുറത്ത്? വിൻസി മറുചോദ്യമിട്ടു. എന്നാലും അറിഞ്ഞോണ്ടെങ്ങനെയാ? നേരാം വണ്ണം പണിക്കൊന്നും പോകത്തില്ലെന്ന്. മടിയനാ. ലക്ഷണം കണ്ടാ അറിയാം. കല്യാണം കഴിക്കാൻ പോലും മടിയുണ്ടായിട്ടല്ലേ അവനീ 33 വയസ്സുവരെ പെണ്ണ് കെട്ടാതെ നിന്നത്. എമിലി വിൻസിയെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. കല്യാണം കഴിയുമ്പം മടിയൊക്കെ മാറിക്കോളുമായിരിക്കും. മാറിയില്ലെങ്കിലോ? മടി ഇനിയും കൂടിയെങ്കിലോ? എൻ്റെ വിധി അതാണെന്ന് സമാധാനിച്ചേക്കാം. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? വേറെ 1-2 ആലോചന കൂടി നോക്കാം, എമിലി അവളോട് പറഞ്ഞു. വേണ്ട, ഇത് മതി. എടി മോളെ, കേട്ടുനിന്ന കുഞ്ഞെന്നെ വിളിച്ചു. അവൻ എപ്പോഴും പെരുന്നാളും ഉത്സവവും കണ്ടു നടക്കുന്നവനാ. അവൻ തന്നെ അത് പറഞ്ഞല്ലോ. അത് സാരമില്ല. അവനെ കണ്ടാൽ തന്നെ ഒരു ഭംഗിയില്ലല്ലോ. ഒന്നാമത് കറുത്തിട്ട്. പിന്നെ അവൻ്റെ നോട്ടം കണ്ട എന്തോ കള്ളത്തരമുണ്ടെന്ന് തോന്നും. വേറെ നോക്കിപ്പോയിട്ട് ആരെയും കിട്ടിയില്ലെങ്കിലോ? വിൻസി ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഉറപ്പിക്കാം, എമിലി പറഞ്ഞു. അപ്പോഴും ഈ പോരായ്മകളൊക്കെ ഇല്ലേ? അത് ശരിയാ, എമിലി സമ്മതിച്ചു. വേറെ നോക്കിയിട്ട് വരുമ്പോൾ ഇവർ വേണ്ടെന്ന് പറഞ്ഞെങ്കിലോ? വിൻസിക്ക് അതാണ് പേടി. വേണ്ടെന്ന് പറഞ്ഞാൽ പോട്ടേന്ന് വെക്കണം, വേറെ നോക്കണം. കുഞ്ഞന്നയും പറഞ്ഞു. അമ്മേ, ഞാൻ എത്ര കൊല്ലമായിട്ട് ഈ നിൽപ്പ് നിൽക്കണ. ഇതുവരെ ആരും വന്നില്ല. ഇതും കൂടി വേണ്ടെന്ന് വെച്ചിട്ട് ഇനി എന്നാ? എൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെല്ലാം കല്യാണം കഴിച്ച് 2-3 കുട്ടികളായി. ഞാൻ മാത്രമല്ലേ ഈ കടപ്പുറത്ത് ഇങ്ങനെ കെട്ടാച്ചരക്കായിട്ട് നിൽക്കണുള്ളൂ. എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും എബിസിനുണ്ടെങ്കിലും ശരി, വിൻസിക്ക് അവനെ മതി. അവൾ ആ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടണം. ഒരിക്കലും തനിക്കൊരു കല്യാണം ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് കഴിയുമ്പോഴായിരുന്നു ഈ ആലോചന വന്നത്. ഇത് കൈവിട്ടു പോയിക്കഴിഞ്ഞ് വേറൊരാൾ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാലദൈർഘ്യം എത്ര വർഷമെന്ന് പോലും അറിയില്ല. ചിലപ്പോൾ ആരും വന്നില്ലെങ്കിലോ? അങ്ങനെ പല ആലോചനകളും തള്ളിക്കളഞ്ഞ് ഒടുവിൽ മൂത്തു നിറച്ച് നിന്നുപോയ 2 സ്ത്രീകൾ ചെല്ലിക്കടപ്പുറത്തുള്ളതും വിൻസിക്ക് അറിയാം. ഒന്ന് തളയ്ക്കൽ വെള്ളപ്രാഞ്ചിയുടെ മകൾ ഫിലോമിന. അടുത്തത് കൂനമ്മായ്ക്കൽ തങ്കോപ്പിയുടെ പുത്രി കാർമല. ഫിലോമിനയ്ക്ക് 36ഉം കാർമലയ്ക്ക് 40ഉം കഴിഞ്ഞു.
ഇനി അവരുടെ ജീവിതത്തിൽ മംഗല്യവസന്തം ഒരിക്കലും വിടരുകയില്ലെന്ന് ചെല്ലിക്കടപ്പുറത്തുള്ളവർക്കെല്ലാം അറിയാം. വിൻസി അവരെ അനേക തവണ പള്ളിമുറ്റത്ത് കണ്ടിട്ടുണ്ട്. അവരുടെ പുഷ്ടിയുള്ള യൗവനവും അവളുടെ ഓർമ്മയിലുണ്ട്. കാണാൻ കൊള്ളാഞ്ഞിട്ടോ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല അവർ കല്യാണം നടക്കാതെ നിന്നുപോയത്. ഒറ്റവാക്കിൽ അതിനൊരു ഉത്തരമില്ല. അനേകം ചെറു കാരണങ്ങളുടെ ഒരു തേനീച്ചക്കൂടാണ് അവർക്ക് വന്നുകൂടിയ നിത്യനിരാസത്തിനു പിന്നിൽ. മനുഷ്യരുടേതും വിധിയുടേതുമായ ഒരനീതി ആ സ്ത്രീജന്മങ്ങളുടെ മേൽ ചുമത്തപ്പെട്ടു. ഒരുവൾക്ക് മംഗല്യയോഗമുണ്ടായില്ലെന്നാൽ അതിനർത്ഥം അവൾ പുരുഷനാൽ നിരസിക്കപ്പെട്ടു എന്നാണെങ്കിലും പഴി വിധിക്കും തലയിലെഴുത്തിനുമാണ്. നിത്യനിരാസത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്നവരുടെ നിരയിൽ അടുത്തയാളാണ് താനെന്ന് വിൻസി തീരുമാനിച്ചിരുന്നതാണ്. ആ ചതുപ്പിൻ്റെ വക്കിലാണ് താൻ കാലൂന്നി നിൽക്കുന്നതെന്നും അവൾക്കറിയാം. അവളുടെ കല്യാണം നടത്തിക്കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്ന് അവൾ കരുതി. കുഞ്ഞന്നയ്ക്ക് ആസ്തിയില്ല. എമിലി പട്ടിണിയോടും ദുരിതങ്ങളോടും നിരന്തരം മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെയുള്ളത് ചിറകുമുളച്ചു തുടങ്ങിയ പക്ഷിക്കുഞ്ഞുങ്ങളെപ്പോലെ 3 കുഞ്ഞുങ്ങളാണ്. അവർ പഠിച്ച് പാസ്സായി പണിയെടുത്ത് പൈസയുണ്ടാക്കുന്ന കാലത്ത് തനിക്ക് 45 വയസ്സായിരിക്കുമെന്നും വിൻസി കണക്കുകൂട്ടി. വേണ്ട, വേറൊരു പരീക്ഷണത്തിനില്ല. ഇതാണ് അവസാനത്തെ വണ്ടി. ഇതിൽ കയറിക്കൂടിയാൽ എവിടെയെങ്കിലും എത്താം. വേറൊരു നല്ല ആലോചന ഒത്തുവരുമ്പോൾ ഇപ്പോൾ സ്വരുക്കൂട്ടിയ പൈസ ഉണ്ടാകണമെന്നില്ല. ഒരു കടലാക്രമണം അല്ലെങ്കിൽ ഒരു സുനാമി മതി തീരപ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം ഉഴുതും പിഴുതും മറിച്ചിടുവാൻ. നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞേക്കട്ടെ? ഒടുവിൽ എമിലി അവളോട് ചോദിച്ചു. ഞാൻ സമ്മതിച്ചെന്ന് പറഞ്ഞേക്ക്. ഇഷ്ടപ്പെട്ടിട്ടാണോ? അല്ല. അവളുടെ മനസ്സിലും ഒരു യുവകോമളൻ്റെ ചിത്രമാണുള്ളത്. എല്ലാ പെൺകുട്ടികളെയും പോലെ ഓരോരോ കാലങ്ങളിൽ അവൾ കുഞ്ചാക്കോ ബോബനെയോ പൃഥ്വിരാജിനെയോ പോലുള്ള സിനിമാ നടന്മാരുടെ മുഖശ്രീയോട് സമാനമായ ഒരു ഭർതൃസങ്കല്പം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ പുകയില കറയുള്ള പല്ലുകളും ബീഡിക്കനൽക്കുത്തിൻ്റെ ചൂടിൽ വെന്തു വെള്ളപ്പാണ്ട് പുരണ്ട ചുണ്ടും കറുത്ത നിറവും മെലിഞ്ഞ ശരീരവുമുള്ള എബിസിൻ്റെ ചിത്രമെടുത്ത് അതിനെ മൂടിയ ദുശീലങ്ങളുടേതായ എല്ലാ മാറാലകളും തുടച്ചുമാറ്റി വിൻസി അതേ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. എബിസൺ വിൻസിയെ ഇഷ്ടമായോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ പ്രായത്തിൽ വിൻസിയേക്കാൾ നല്ലൊരു പെണ്ണിനെ അവന് കിട്ടാനില്ല. കുഞ്ഞന്നയും എമിലിയും കൂടി കാവുംകാട്ടെ കത്രീനയുടെ വീട്ടിൽ പോയി വിൻസിയുടെയും തങ്ങളുടെയും സമ്മതം അറിയിച്ചു. പിന്നീടുള്ള നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാക്കാൻ ശൗരിക്കുട്ടിയാണ് മുൻകൈയെടുത്തത്. കേവലം 2 ആഴ്ചയ്ക്കുള്ളിൽ വിൻസിയും എബിസണും തമ്മിലുള്ള മനസ്സമ്മതം ചേന്നവേലി പള്ളിയിൽ വെച്ച് നടന്നു. ഇനി മുതൽ 16-ാം ദിനം കല്യാണം നടത്തുവാനും നിശ്ചയിച്ചു. എമിലിയും കുഞ്ഞന്നെയും കിട്ടാവുന്നിടത്തു നിന്നെല്ലാം സഹായം തേടി. കല്യാണം ഉറപ്പിച്ചപ്പോൾ കാവുംകാട്ട് കത്രീനയോ എബിസനോ അവൻ്റെ സ്വന്തം ബന്ധങ്ങളിൽപ്പെട്ട മറ്റുള്ളവരോ ഒരു ഡിമാൻഡും മുന്നോട്ട് വച്ചിരുന്നില്ല. നിങ്ങൾക്കിഷ്ടമുള്ളത് അവൾക്ക് കൊടുക്കുക എന്ന് എബിസിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞപ്പോൾ കുഞ്ഞന്ന അത് തിരുത്തി. ഞങ്ങളെക്കൊണ്ട് ആകുന്ന പോലെ ഉള്ളതൊക്കെ നുള്ളിപ്പെറുക്കിയും കടം മേടിച്ചും കഴിയുന്നിടത്തോളം കൊടുക്കാം. ഇതുവരെ 11 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഒരു കുട്ടിയാ ഈ കല്യാണം നടത്തുന്നേ. അവൻ കടലിപ്പണിക്ക് പോയി ഉണ്ടാക്കുന്ന പൈസയാ. അത് പറയാതെ തന്നെ എബിസിൻ്റെ മാതാപിതാക്കൾക്ക് അറിയാം. ശൗരിയെ അറിയാത്ത ആരും ചെല്ലിക്കടപ്പുറത്തില്ല. അവനാണ് വിൻസിയുടെ കല്യാണം നടത്തുന്നതെന്ന് അറിഞ്ഞവർ മൂക്കത്തു വിരൽ വെച്ചു. മറിയമ്മ കടപ്പുറത്ത് പറഞ്ഞു നടന്നു. അവനെ കണ്ടുപിടിക്ക് ആണുങ്ങളൊക്കെ, അതാണ് ഉത്തരവാദിത്തം. അവൻ തന്നെയാ പറഞ്ഞത് അവളെ കെട്ടിച്ചു വിടണമെന്ന്. അവൻ കടലിപ്പണി ചെയ്ത് ഉണ്ടാക്കിയ പൈസയാ. എമിലി അന്തേരിക്കടപ്പുറത്ത് തൻ്റെ വീട്ടിൽ ചെന്ന് അപ്പനോടും അമ്മയോടും വഴക്കിട്ട് കുറേ പണം വാങ്ങിച്ചെടുത്തുകൊണ്ടുവന്നു. റെജീനയോട് കെഞ്ചി കുറച്ച് പൈസ സംഘടിപ്പിച്ചു. സെൻറ് തോമസ് വള്ളക്കാർ പിരിവിട്ട് ശൗരിക്കുട്ടിക്ക് സഹായം നൽകി. ആലപ്പുഴ ടൗണിൽ വിൻസിയെയും അവളെ കെട്ടാൻ പോണ എബിസിനെയും കൂട്ടിക്കൊണ്ടുപോയി. സ്വർണവും കല്യാണ വസ്ത്രങ്ങളും എടുത്തത് കത്രീനയും കുഞ്ഞന്നയും എമിലിയും കൂടിയായിരുന്നു. 700 രൂപയാണ് ഗ്രാമിന് സ്വർണ്ണവില. 15 പവൻ്റെ സ്വർണം, വിവാഹവസ്ത്രങ്ങൾ. 25,000 രൂപ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് കല്യാണ ചെലവിനായി കൊടുത്തു. മനസ്സമ്മതത്തിന് 10,000 രൂപയോളം ചെലവായിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി 1.5 ലക്ഷം രൂപയെന്നാണ് ശൗരിക്കുട്ടിയും എമിലിയും കുഞ്ഞന്നയും കണക്കൂട്ടി വച്ചിരുന്നത്. കല്യാണക്കുറി അച്ചടിച്ചു. പള്ളിയിൽ 2 ഞായറാഴ്ച വിളിച്ചു ചൊല്ലി. 3-ാമത്തെ വിളിച്ചു ചൊല്ലിൻ്റെ അന്ന് തന്നെയാണ് കല്യാണവും. ഇതിനേക്കായാലും നല്ലൊരു ചെക്കനെ നിനക്ക് കിട്ടുമായിരുന്നല്ലോടി എന്ന് വിൻസിയോട് റെജീന പറഞ്ഞപ്പോൾ വിൻസിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു. ഇതിനെ ഞാൻ നന്നാക്കിയെടുത്തപ്പോരെ? എന്നെക്കൊണ്ട് അതിന് പറ്റും. കല്യാണത്തലേന്ന് രാവിലെ ശൗരിക്കുട്ടി പണിക്ക് പോയി തിരിച്ചെത്തി. സെൻറ് തോമസുകാർക്ക് അന്നും നല്ല കോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. കല്യാണം പ്രമാണിച്ച് അവർ ശൗരിക്കുട്ടിക്ക് കൂടുതൽ മീൻ കൊടുത്തുവിട്ടു. കല്യാണം ചെറുക്കൻ്റെ വീട്ടുകാരാണ് നടത്തുക.
എങ്കിലും പെണ്ണിൻ്റെ വീട്ടിലും ചെറിയ സദ്യയൊക്കെ വയ്ക്കണം. ദൂരെയുള്ള ബന്ധുജനങ്ങൾ തലേ ദിവസം തന്നെ വന്നെത്തും. കല്യാണത്തലേന്ന് രാത്രി എമിലിയുടെ മാതാപിതാക്കളും റെജീനയും കുടുംബവും അത്താഴം കഴിഞ്ഞ് വീട്ടിൽ അവിടെവിടെ കൂട്ടം കൂടിയിരുന്ന് ഓരോരോ വർത്തമാനങ്ങളും വീട്ടുവർത്തമാനങ്ങളും പറയുകയായിരുന്നു. മുറ്റത്തെല്ലാം ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുള്ളതിനാൽ നല്ല വെളിച്ചവുമുണ്ട്. ചെറിയൊരു പന്തലും 4 ഡെസ്കും ഏതാനും പ്ലാസ്റ്റിക് കസേരകളും, അവയ്ക്കിടയിൽ ഓടിക്കളിക്കുന്ന കുട്ടികൾ. ശൗരി തൂണും ചാരി തിണ്ണയിലിരിക്കുമ്പോഴാണ് വിൻസി വന്ന് അവനെ വിളിച്ചത്. ശൗരിക്കുട്ടി, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ശൗരി അവളെ സൂക്ഷിച്ചു നോക്കി. നിന്നോടൊരു കാര്യം പറയാനാ. ശൗരിക്കുട്ടി സംശയിച്ച് എഴുന്നേറ്റ് വീടിൻ്റെ പിന്നാമ്പുറത്ത് താൽക്കാലികമായി ഉണ്ടാക്കിയ അടുപ്പുകൾക്കരിയിലേക്ക് അവനെ വിളിച്ചുകൊണ്ടുപോയി. എങ്ങോട്ടാ വിൻസിയെ? അടുക്കളയിലുണ്ടായിരുന്ന എമിലി ചോദിച്ചു. വെറുതെ, വിൻസി പറഞ്ഞു. പിന്നാമ്പുറത്ത് പാചകത്തിനും മറ്റുമായി ടാർപോളിൻ വലിച്ചു കെട്ടി ചെറിയൊരു പന്തൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മനസമ്മതത്തിൻ്റെ സമയത്ത് കെട്ടിയതാണെങ്കിലും ഇതുവരെ അഴിച്ചു മാറ്റിയിട്ടില്ല. ശൗരിയെ അവിടെ എത്തിച്ചിട്ട് വിൻസി, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്കോടി. എമിലി വാതുക്കൽ വന്ന് അവനോട് എന്താ എന്ന ആംഗ്യത്തിൽ ചോദിച്ചു. അറിയില്ലെന്ന് അവൻ കൈമലർത്തിക്കാട്ടി. വിൻസിയും ശൗരിയും തമ്മിൽ ഒരിക്കലും അടുപ്പമോ സംസാരമോ ഉണ്ടായിട്ടില്ല. അവൾക്ക് അവനെ വെറുപ്പായിരുന്നുവെന്ന് ആ വീട്ടിലെല്ലാവർക്കും അറിയാം. അത് അവനറിയാമെന്നുള്ള വിവരം വിൻസിക്കും അറിയാം. എന്നിട്ടും അവനാണ് തനിക്കൊരു മംഗല്യ സൗഭാഗ്യം കൊണ്ടുവന്നതെന്ന ബോധ്യം അവളുടെ മനസ്സിൽ പശ്ചാത്താപവും കുറ്റബോധവും ഉളവാക്കിയിട്ടുണ്ട്. തൻ്റെ സഹോദരൻ്റെ ഭാര്യ പിഴച്ചുപറ്റ ഈ ജന്തുവിനെ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. തങ്ങളുടെ കുടുംബത്തിലെ പൈശാചിക സാന്നിധ്യമായിട്ടാണ് അവൾ ശൗരിക്കുട്ടിയെ കണക്കാക്കിയിട്ടുള്ളത്. അത്രമേൽ ദ്വേഷിച്ചിരുന്നതിനാൽ അവൾ അവൻ്റെ ജനനം മുതൽ ഇന്നേ വരെ ഒരു മുട്ടായി പോലും അവന് വാങ്ങിക്കൊടുത്തിട്ടില്ല. ജാനറ്റിനും ഡെന്നിച്ചനും മിഠായി കൊടുക്കുകയും ശൗരിക്കുട്ടിക്ക് കൊടുക്കാതെ തൻ്റെ വിദ്വേഷവും സ്നേഹരാഹിത്യവും പ്രകടമാക്കുകയും ശൗരിക്കുട്ടിയെ കൊതിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവൾ അനേകം തവണ. എന്നാലിപ്പോൾ ആ ചെയ്തികളുടെയെല്ലാം പശ്ചാത്താപം അവളുടെ മനസ്സിനെ മതിക്കുന്നു. അവനോട് എന്തെങ്കിലും നല്ല വാക്ക് പറയണം. അവന് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. അവനിപ്പോഴും കുട്ടിയായതുകൊണ്ട് അതിനുള്ള സമയം കഴിഞ്ഞു പോയിട്ടില്ല. വിൻസി തിരികെ വന്നു. അവളുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് കൂടുണ്ടായിരുന്നു. അത് അവൾ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതെന്നാ? ശൗരി തൻ്റെ കയ്യിലിരിക്കുന്ന വസ്തുവിനെയും വിൻസിയെയും മാറി മാറി നോക്കിയിട്ട് ചോദിച്ചു. അത് കുറച്ച് ചോക്ലേറ്റാ. ഞാൻ നിനക്ക് ഒന്നും തന്നിട്ടില്ലല്ലോ. ഇത് വെച്ചോ. ശൗരിക്കുട്ടിയുടെ മുഖഭാവം മാറി. അവൻ്റെ കൈയും കാലും വിറങ്ങലിച്ചതുപോലായി. വേണ്ട. അവനത് തിരികെ അവളുടെ നേർക്ക് നീട്ടി. എനിക്കിത് വേണ്ട. നീ വെച്ചോടാ, ഞാൻ സന്തോഷമായിട്ട് തന്നതല്ലേ. വേണ്ട. ശൗരിയുടെ ശബ്ദം കടുത്തു. ഇത് തിരിച്ചു വാങ്ങിക്ക. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ നിരസിക്കൽ വിൻസി പ്രതീക്ഷിച്ചതല്ല. അവൾ വല്ലാതായി. ശൗരിക്കുട്ടി. അവൾ അവൻ്റെ തോളത്ത് കൈവച്ചു. അവൾ ആദ്യമായി അവനെ സ്പർശിക്കുകയാണ്. പൊള്ളിയതുപോലെ അവൻ പിന്നോട്ട് മാറി. എടാ, നീ എല്ലാം മറന്നുകള. ഞാൻ നിന്നോട് ചെയ്തതൊന്നും ശരിയല്ല. നീ ക്ഷമിക്ക്. വിൻസിയുടെ തൊണ്ട ഇടറി. ഇത് തിരിച്ചു വാങ്ങിക്ക്. ശൗരിക്കുട്ടി വീണ്ടും മിഠായിപ്പൊതി നീട്ടി. ശൗരിക്കുട്ടി. എമിലി അടുക്കള വാതിൽക്കൽ നിന്ന് വിളിച്ചു. അവൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ വിളിയുടെ അർത്ഥം അവന് മനസ്സിലായി. ശൗരിക്കുട്ടി പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. ഇരുട്ടത്തേക്ക്, കടപ്പുറത്തേക്ക്. ശൗരിക്കുട്ടി. എമിലി വീണ്ടും വിളിച്ചു. അവൻ വിളി കേട്ടില്ല, നിന്നുമില്ല. എമിലി ഇറങ്ങി വിൻസിയുടെ അടുത്തേക്ക് ചെന്നു. ശൗരിക്കുട്ടി ഇരുട്ടത്ത് മറയുന്നത് നോക്കി നിൽക്കുകയായിരുന്നു വിൻസി. എമിലി വന്നപ്പോൾ അവൾ നോട്ടം തിരിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് വേണ്ടായിരുന്നു വിൻസി, എമിലി പറഞ്ഞു. വിൻസി പെട്ടെന്ന് കരഞ്ഞു. എമിലി അവളെ ചേർത്ത് പിടിച്ചു. അവന് നിന്നോട് ദേഷ്യമൊന്നുമില്ല. എന്നാലും വേണ്ടായിരുന്നു. കടപ്പുറത്ത് ഇരുട്ടായിരുന്നു. പതിയെ പതിയെ ശൗരിയുടെ കണ്ണ് തെളിഞ്ഞു. കണ്ണിൽ കൂടി വെള്ളം ഒലിച്ചുകൊണ്ടിരുന്നതിനാൽ അവന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മങ്ങിയ ആകാശം, അണയാൻ പോകുന്ന നക്ഷത്രങ്ങൾ, കാൽച്ചുവട്ടിൽ വെളുത്ത കടൽത്തിര. മുട്ടിനുമീതെ തിരവന്നടിച്ച് അവനെ വീഴ്ത്താൻ നോക്കി. കടലിലേക്ക് ഒന്നലറിക്കരയാനുള്ള വെമ്പലോടെ അവൻ നിന്നു. തലോടാൻ പൊന്തി വന്ന ഒരു തിരക്കയ്യനെ കലിപൂണ്ട് അടിച്ചു താഴ്ത്തി. വൈകി വരുന്ന ഒരു സാന്ത്വനവും അവന് വേണ്ട. ഇടതു കൈയിലിരുന്ന കൂട് അവൻ അഴിച്ചു നോക്കി. ചോക്ലേറ്റുകൾ. അവൻ അതിലേക്ക് തുറച്ചു നോക്കി. അവ തിരിച്ച് അവനെ നോക്കി കൊഞ്ഞനം കുത്തി. അവ ഓരോന്നും കഴിഞ്ഞുപോയ വർഷങ്ങളായിരുന്നു. അവ ഓരോന്നും അവൻ അനുഭവിച്ച വെറുപ്പും നീരസങ്ങളുമായിരുന്നു. വേദനയുടെ മധുരം കൊണ്ടായിരുന്നു അവ നിർമ്മിച്ചത്. അവൻ അതിൻ്റെ വർണ്ണക്കടലാസുകൾ തുറന്നു.
ഓരോ ചോക്ലേറ്റും അതിൻ്റെ വർണ്ണക്കടലാസുകളും തിരക്കൈകളിൽ വെച്ചു കൊടുത്തു. തിന്നു. അവൻ പെറുപിറുത്തു. ലോകത്തിൻ്റെ സകല കടലുകൾക്കും സകല മീനുകൾക്കുമായി അവനത് സമർപ്പിച്ചു. അധ്യായം 50. എബിസണും വിൻസിയും തമ്മിലുള്ള വിവാഹം തിരുവിഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് റോമൻ കാത്തലിക് ലാറ്റിൻ പള്ളിയിൽ വെച്ച് നടന്നു. പള്ളിയുടെ പാരിഷ് ഹാളിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സദ്യയും നടത്തി. വിൻസിയുടെ മനസ്സിൽ നിരാശ വന്ന് മൂടി തുടങ്ങിയിരുന്നു. വിദൂരമോഹം അങ്ങനെ സാക്ഷാത്കരിക്കപ്പെട്ടു. 11 വയസ്സുകാരൻ ശൗരിക്കുട്ടി ചെല്ലിക്കടപ്പുറത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വലിയ കടക്കാരനായി. കുഞ്ഞന്നെയും എമിലിയും കൂടി ആരോടൊക്കെ കടം വാങ്ങിയിട്ടുണ്ടെന്ന് അവർ കൊടുത്ത ലിസ്റ്റ് കണ്ടപ്പോഴേ ശൗരിക്കുട്ടിക്ക് മനസ്സിലായുള്ളൂ. എന്തിനു വാങ്ങി, എന്തു ചെയ്തു എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. കല്യാണപ്രായം കഴിഞ്ഞ് നിന്നുപോയ ഒരു പെണ്ണിൻ്റെ കല്യാണം മംഗളകരമായി നടന്നു. തൻ്റെ അമ്മയോ വല്യമ്മച്ചിയോ പണം ദൂർത്തടിച്ചിട്ടല്ല കടം ഇത്രയും പെരുകി വന്നതെന്ന് ശൗരിക്കുട്ടിക്ക് അറിയാം. കല്യാണമാകുമ്പോൾ കണക്കുകൂട്ടാത്ത കുറേ ചെലവുകൾ വരും. അത് മുൻകൂട്ടി കാണാത്ത ചെലവുകളായിരിക്കും. കടങ്ങളെല്ലാം തീർക്കാൻ ആശ്രയം കടൽ മാത്രമേയുള്ളൂ. കടലിൽ നിന്ന് വാരിക്കൊണ്ടുവന്ന് വിറ്റിട്ട് വേണം കാലക്ഷേപം കഴിയാനും. പക്ഷേ ശൗരി നല്ല ആത്മവിശ്വാസത്തിലാണ്. ചെല്ലിക്കടപ്പുറത്ത് അവന് ഒരു വിലയും മതിപ്പുമുണ്ട്. പല കുടുംബങ്ങളിലെയും അപ്പനമ്മമാർ മക്കളോട് പറയും, ആ ശൗരിക്കുട്ടിയെ കണ്ടുപഠിക്കടാ. ഈ പ്രായത്തിൽ അവനൊരു കുടുംബം നടത്തിക്കൊണ്ടു പോണ്. ഒരു പെണ്ണിൻ്റെ കല്യാണം അവൻ നടത്തിക്കൊടുത്തു. പ്രത്യക്ഷത്തിൽ സന്ദർഭവശാൽ ആരെങ്കിലുമൊക്കെ അവനെ പുകഴ്ത്തി പറയും. അത് അവൻ ഉൾക്കൊണ്ടു. മറ്റു ചില കുബുദ്ധികൾ ഇഴകെട്ടി പറയുന്നതും അവൻ്റെ ചെവിയിലെത്താറുണ്ട്. എന്നാ പറഞ്ഞിട്ടെന്താ, പിഴച്ചുണ്ടായവനല്ലേ. പിഴച്ചുണ്ടാകുന്നവന്മാർ അപ്പൻ്റെ തനി നിറവും തനി ഗുണവും കാണിക്കുമെന്ന പഴമക്കാർ പറയണത്. എന്തിനാണിങ്ങനെ ദുഷിച്ചു പറയുന്നതെന്ന് ശൗരിക്കോ കേൾക്കുന്ന സുമനസ്സുകൾക്കോ അറിയില്ല. പറയുന്നവർക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടായിരിക്കും എന്ന് കരുതാനേ നിവൃത്തിയുള്ളൂ. കടലിൻ്റെ മക്കളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്നവനാ സൈമൺ തരകൻ. അയാളുടെ വിത്തും ഒട്ടും കുറയത്തില്ല. അവനിന്ന് കടലിൽ നിന്ന് വാരുകയാ, നാളെ കരയ്ക്കൊന്നും വരും. വിത്തുഗുണം 10 ഗുണമെന്നല്ലേ. മാസങ്ങളോളം കടലിൽ പണിയെടുത്ത് ശൗരിക്കുട്ടി തൻ്റെ കടങ്ങൾ ഒന്നൊന്നായി വീട്ടിക്കൊണ്ടിരുന്നു. ജീസസ് കടലിൽ പോകാത്ത ദിവസം സെൻറ് തോമസ് പോകുന്നുവെങ്കിൽ തനിക്ക് കിട്ടിയ കറിമീനിൻ്റെ ഒരു പങ്ക് ജർമ്മിച്ചായൻ്റെ വീട്ടിൽ ശൗരിക്കുട്ടി കൊടുത്തിരിക്കും. ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ ശൗരിക്കുട്ടി അങ്ങനെ ചെയ്തപ്പോൾ ഫ്രാങ്കോയ്ക്കും ഡാനിയലിനും അല്പം കുറച്ചിൽ തോന്നി. നമ്മൾ അവനെ നമ്മുടെ വള്ളത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടതിൻ്റെ കളിയാക്കല. ഇനി അവൻ മീൻ കൊണ്ടുവന്ന മേടിക്കണ്ട. ഫ്രാങ്കോ ഒരവസരത്തിൽ ലീനാമ്മയോട് പറഞ്ഞു. ലീനാമ്മയ്ക്ക് അങ്ങനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല. അവന് മനസ്സായിട്ട് തരുന്നതാണെന്നേ. അവനെ വിളിച്ച് ചോദിച്ചാൽ മതി, അറിയാമല്ലോ പകരം വീട്ടിലാണോന്ന്. ലീനാമ്മ പറഞ്ഞു. ഒരു ദിവസം ശൗരിക്കുട്ടി മീൻ കൊണ്ടുവന്നപ്പോൾ ഡാനിയൽ അവനെ പിടിച്ചു നിർത്തി ചോദിച്ചു, നീ ഞങ്ങളെ കളിയാക്കുവാണോടാ ശൗരി? നിന്നെ ഞങ്ങൾ വള്ളത്തിൽ നിന്ന് ഇറക്കി വിട്ടതിന്? ശൗരിക്കുട്ടി ആദ്യം പകച്ചു. പിന്നെ ഡാനിയലിൻ്റെ അല്പത്തം ഓർത്ത് ഉള്ളിൽ പരിതപിച്ചു. കഷ്ടമുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ജർമ്മിച്ചായന് കൊടുക്കണതാ, നിങ്ങൾക്ക് തരണതല്ല. അതും പറഞ്ഞ് ശൗരിക്കുട്ടി നടന്നുപോയി. ഡാനിയലോ ഫ്രാങ്കോയോ പിന്നീടൊരിക്കലും ശൗരിക്കുട്ടിയെ തടഞ്ഞില്ല. ശൗരിക്ക് തങ്ങളുടെ അപ്പനോടുണ്ടായിരുന്ന ആത്മബന്ധം അവർക്കറിയാം. ശൗരിക്കുട്ടിയെ ജീസസിലോട്ട് തിരികെ വിളിക്കാൻ ലീനാമ്മ പലതവണ തൻ്റെ ഭർത്താവിനെയും സഹോദരനെയും ഉപദേശിച്ചു. കാരണം അവളുടെ നിരീക്ഷണത്തിൽ ശൗരിക്കുട്ടി വരച്ചുള്ളവനാണ്. ശൗരിക്കുട്ടി പണിക്ക് കയറുന്ന വള്ളത്തിന് ഒരു ദിവസമല്ലെങ്കിൽ അടുത്ത ദിവസം മീൻ കിട്ടിയിരിക്കും. സെൻറ് തോമസ് ശൗരിക്കുട്ടിയെ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് എന്നാണ് ലീനാമ്മയുടെ ഭാഷ്യം. അല്ലാതെ ശൗരിക്കുട്ടി സെൻറ് തോമസിനെ കൊണ്ടല്ല. സെൻറ് തോമസ് പണിക്ക് പോകാത്ത ദിവസങ്ങളിൽ മറ്റേതെങ്കിലും വള്ളക്കാർ ശൗരിക്കുട്ടിയെ വിളിച്ച് അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകും. ശൗരിക്കുട്ടിയെ കൂടെ കൂട്ടിയിട്ട് മീൻ കിട്ടിയെന്നല്ലാതെ മോശമായ ഒരു അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഡാനിയൽ ശൗരിക്കുട്ടിയെ ജീസസിലേക്ക് ക്ഷണിച്ചു. ആ ക്ഷണം നിരസിച്ചിട്ട് ശൗരിക്കുട്ടി പറഞ്ഞു, എന്നെ സെൻറ് തോമസ് വേണ്ടെന്ന് പറയട്ടെ, ഞാൻ വരാം. നിന്നെ ഞങ്ങളല്ലേ ആദ്യം വള്ളത്തെ കയറ്റിയത്. അതൊക്കെ ശരിയാണ്. പക്ഷെ അവരോട് ഞാൻ എന്നാ പറയും? അവരെനിക്ക് പങ്കു തരണുണ്ട്. കല്യാണത്തിന് കാശ് കടം തന്നത് തീർന്നിട്ടില്ല. ഇപ്പോഴും കടം ചോദിച്ചാൽ തരും. അവരോട് എന്നാ പറഞ്ഞിട്ട് വരണം ഞാൻ നിങ്ങളുടെ വള്ളത്തിൽ? ശൗരിക്കുട്ടിയുടെ ചോദ്യം ന്യായമാണ്. എല്ലാവരും പുറന്തള്ളിയപ്പോൾ ശൗരിക്കുട്ടിയെ ഏറ്റെടുത്തത് സെൻറ് തോമസാണ്. യാതൊരു കാര്യവുമില്ലാതെ അവരെ ഉപേക്ഷിച്ചു പോരാൻ അവന് വയ്യ. എൻ്റെ അമ്മ ഒരു വള്ളം വാങ്ങിയിട്ട് എന്നെ വിളിച്ചാൽ ശരി, സെൻറ് തോമസിന് എന്നെ വേണമെങ്കിൽ ഞാൻ പോവില്ല. അതാണ് ശൗരിക്കുട്ടിയുടെ നിലപാട്. സെൻറ് തോമസിന് ശൗരിക്കുട്ടിയെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു താനും. മീനൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട, അവൻ വള്ളത്തിൽ വെക്കണ ചോറും കറിയും ഉണ്ടല്ലോ,
അതിൻ്റെ രുചി മാത്രം മതിയല്ലോ. എൽദോ ഗുരുവായൂരപ്പൻ്റെ അണിയക്കാരൻ ഗബ്രിയലിനോട് ഒരിക്കൽ പറഞ്ഞതാണ്. അതോടെ ശൗരിക്കുട്ടിയെ വിട്ടുകിട്ടില്ലെന്ന് ജീസസിന് ഉറപ്പായി. നിങ്ങളുടെ കൈവെള്ളയിലിരുന്നതല്ലേ, നിങ്ങൾ കൊണ്ട് കളഞ്ഞതല്ലേ അവനെ? ലീനാമ്മയുടെ ചോദ്യത്തിന് ഫ്രാങ്കോയ്ക്കോ ഡാനിയലിനോ മറുപടി ഉണ്ടായതുമില്ല. ചെല്ലിക്കടപ്പുറത്ത് മീനിൻ്റെ ക്ഷാമം അനുഭവപ്പെട്ട ഒരു ദിവസം വള്ളങ്ങൾ പലതും വന്നടുക്കുന്നുണ്ടെങ്കിലും ഒന്നിലും 2 കൊട്ട തികച്ച് മീനില്ല. കഴിഞ്ഞ 1 മാസമായി കടലിൽ വറുതി തുടങ്ങിയിട്ട് മീൻ വരാത്തതിനാൽ കടപ്പുറത്ത് കച്ചവടവുമില്ല. സൈമൺ തരകൻ കുറച്ച് ദിവസങ്ങളായി ദേഷ്യത്തിലാണ്. കടപ്പുറത്ത് കച്ചവടം നടന്നാലേ തരകൻ്റെ പെട്ടിയിൽ പണം വീഴുകയുള്ളൂ. ഇവനൊക്കെ എന്തിന് കടലിൽ പണിക്ക് പോണത്? മണ്ണെണ്ണ കത്തിച്ചു കളയാനാ? വള്ളത്തിന് കൊടുത്ത കാശ് മുതലാവണില്ല. സൈമൺ തരകൻ ചില ദിവസങ്ങളിൽ കടപ്പുറത്ത് വന്ന് ആരോടൊന്നില്ലാതെ കയർത്തു. കടലിൽ വീശണ വലയെ മീൻ കയറാത്തത് നമ്മുടെ കുഴപ്പ. കടലിൽ പണിക്ക് പോകുന്നവർ തന്നെത്താൻ പെറുപെറുത്തു. അവരുടെ കുടിയിടങ്ങളിൽ കടം പലിശക്കാരൻ്റെ രൂപത്തിലും പണയക്കാരൻ്റെ രൂപത്തിലും വന്ന് ചുറ്റിയടിച്ചു പോയിക്കൊണ്ടിരുന്നു. സൈമൺ തരകൻ 100 കണക്കിന് വള്ളങ്ങൾക്ക് പണം കടം കൊടുത്തിട്ടുണ്ട്. അതത് വള്ളങ്ങൾ കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവന്ന് ലേലം ചെയ്തു വിൽക്കുന്നതിൻ്റെ 10, 15, 20% പങ്കാണ് തരകൻ്റെ വരുമാനം. രാവിലെ പള്ളി കഴിഞ്ഞ് മീനെടുക്കാൻ എത്തിയതായിരുന്നു എൽസമ്മയും ഡാൻഡസും. കടപ്പുറത്ത് മീൻകാരി പെണ്ണുങ്ങൾ മീൻകുട്ടകളിൽ വച്ച് കച്ചവടം നടത്തുന്നുണ്ട്. വട്ടമത്തി, ചെമ്മീൻ, നങ്ക്, കടവരാൽ, കിളിമീൻ, പാമ്പാട മുതലായ മത്സ്യങ്ങളാണ് അവരുടെ കുട്ടകളിൽ. കടപ്പുറത്ത് അടുക്കുന്ന വള്ളങ്ങളിൽ 2-3 കുട്ട മിക്സർ മീനുകളുണ്ടാകും. അവ തരംതിരിച്ച് ലേലം ചെയ്യുമ്പോൾ ലേലം പിടിച്ച് കച്ചവടം ചെയ്യുകയാണ് ചെറുകിടക്കാരായ മീൻകാരി പെണ്ണുങ്ങൾ. നല്ല മീനൊന്നും ഇതുവരെ ഒരു വള്ളത്തിലും വന്നിട്ടില്ല. എൽസമ്മയുടെ ഡ്രൈവർ അവിടെ ചുറ്റി നടന്നു. നല്ല മീനുണ്ടെങ്കിൽ സൈമൺ തരകൻ്റെ ഡ്രൈവറോ വീട്ടുജോലിക്കാരനോ വന്ന് വാരിയെടുത്തു കൊണ്ടുപോവുകയാണ് പതിവ്. അതിന് ചോദ്യവും പറച്ചിലും വില വാങ്ങലും ഒന്നുമില്ല. കടപ്പുറത്തു നിന്ന് കറിക്ക് വേണ്ടത്ര എടുത്തുകൊണ്ട് പോവുക എന്നത് തരകൻ്റെ അവകാശമാണ്. ഇനി സെൻറ് തോമസും കൂടി എത്താനുണ്ട് എന്ന് ആരോ പറഞ്ഞത് കേട്ട് എൽസമ്മയും ഡാൻഡസും കാറിന് പുറത്തിറങ്ങി കടപ്പുറത്തേക്ക് നടന്നു. ഡാൻഡസ് കടപ്പുറത്തുകാരുടെ ഭാഷയിൽ നല്ല പോലെ വെളുത്തു ചുമന്ന് തുടുത്ത് സായിപ്പ് കുഞ്ഞിനെ പോലെ ഇരുന്നു. ജീൻസും ഷൂസും ടീഷർട്ടുമൊക്കെ ഇട്ട് ധനികപുത്രൻ്റേതായ എല്ലാ ലക്ഷണങ്ങളോടും കൂടി ജീൻസിൻ്റെ 2 പോക്കറ്റിലും കൈകൾ തിരുകി അവൻ കടപ്പുറത്തുകൂടി അലസമായി നടന്നു. കടൽക്കാറ്റിൽ അവൻ്റെ പട്ടുനാരുപോലെ മിനുസമേറിയ മുടിയിഴകൾ ഇളകിക്കളിച്ചു. സെൻറ് തോമസ് കടപ്പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. വള്ളത്തിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ കുറച്ച് വെള്ളച്ചൂര കിട്ടിയിട്ടുണ്ടെന്നായിരുന്നു മറുപടി. അതും കഷ്ടിച്ച് 2 കുട്ടയേ ഉള്ളൂ. സെൻറ് തോമസ് കരയ്ക്കെടുത്തു. അതിലുണ്ടായിരുന്ന മീൻ കുട്ടയിൽ കോരി മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു. ഡാൻഡസ് അതെല്ലാം നോക്കിക്കൊണ്ട് കടപ്പുറത്ത് നിന്നു. സെൻറ് തോമസ് വള്ളത്തിൽ നിന്ന് ഒരു ബാലൻ വെള്ളത്തിലേക്ക് ചാടുന്നത് ഡാൻഡസ് കണ്ടു. അവൻ കണ്ണുമിഴിച്ചു നോക്കി. അരയൊപ്പം വെള്ളത്തിലൂടെ ഒരു പയ്യൻ നടന്ന് കരയ്ക്ക് കയറി. അവൻ്റെ തലയിൽ ഒരു തൊപ്പി. അവൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് കവറിൽ കറിക്കുള്ള മീൻ, മറ്റേ കയ്യിൽ ഒരു വലിയ മീൻ. അവൻ കരയ്ക്ക് കയറി ഇടംവലം നോക്കാതെ നടക്കുകയാണ്. ഡാൻഡസ് അവനെ കൈതട്ടി വിളിച്ചു. ശൗരിക്കുട്ടി നിന്നിട്ട് ആരാണ് വിളിച്ചതെന്നറിയാൻ നോക്കി. ആളെ കണ്ടപ്പോൾ അവന് മനസ്സിലായി. സൈമൺ തരകൻ്റെ മകൻ. വിലപിടിച്ച കാറിൽ അവൻ അമ്മയോടൊപ്പമോ സൈമൺ തരകനോടൊപ്പമോ പലപ്പോഴും കടപ്പുറത്ത് വന്നു പോകുന്നത് ശൗരിക്കുട്ടി കണ്ടിട്ടുണ്ട്. ഡാൻഡസ് അവനെ കൈകാട്ടി വിളിച്ചു. ഒന്നും മടിച്ചെങ്കിലും ശൗരിക്കുട്ടി ഡാൻഡസിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ മീൻ എന്താ? ശൗരിക്കുട്ടി മീനിൻ്റെ ചെകിളയ്ക്കിടയിലൂടെ വിരലുകൾ കടത്തി തൂക്കിപ്പിടിച്ചിരിക്കുന്ന മീൻ നോക്കി ഡാൻഡസ് ചോദിച്ചു. ചൊറക്. ശൗരിക്കുട്ടി പറഞ്ഞു. അത് ഞങ്ങൾക്ക് വേണം, കാറിലോട്ട് കൊണ്ടുപോയി വെച്ചേക്ക്. ഇത് ഞാൻ ചൂണ്ടയ്ക്ക് പിടിച്ചതാ, ശൗരിക്കുട്ടി പറഞ്ഞു. കടലിൽ നിന്ന് പിടിച്ചതല്ലേ? ഡാൻഡസ് ചോദിച്ചു. അതെ, കടലിൽ നിന്ന് തന്നെ. കാറിലോട്ട് വെച്ചേക്ക്. കാറി വെക്കുന്നത് വേറെ മീൻ, ഇതെൻ്റെ മീൻ. എന്നെ മനസ്സിലായില്ലേ? സൈമൺ തരകൻ്റെ മോനാ ഞാൻ. ഈ കടപ്പുറത്തിൻ്റെ മുതലാളിയാ എൻ്റെ ഡാഡി. ശൗരിക്കുട്ടിയുടെ തലച്ചോറിൽ നിന്ന് ഒരു വിദ്യുത് പ്രവാഹം നെഞ്ചിലേക്ക് പാഞ്ഞു. ശൗരിക്കുട്ടി പറഞ്ഞു. എന്നെ മനസ്സിലായോ? ഞാൻ ശൗരിക്കുട്ടി. എൻ്റെ അപ്പൻ്റെ പേരും സൈമൺ തരകനെന്ന. ഡാൻഡസ് അമ്പരന്നു. സൈമൺ തരകനെന്ന തൻ്റെ ഡാഡിയുടെ മകനോ ഈ പരട്ട മുക്കുവോ ബാലൻ? അതോ സൈമൺ തരകൻ എന്നു പേരായ വേറൊരുത്തനുണ്ടോ ഈ കടപ്പുറത്ത്? ശൗരിക്കുട്ടി പിന്നെ നിന്നില്ല. നേരെ ജർമ്മിച്ചായൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. വീട്ടുമുറ്റത്ത് ചെന്ന് ലീനാമ്മയെ വിളിച്ചു. കയ്യിലെ ചൊറക് പൊക്കിക്കാട്ടി അവൻ പറഞ്ഞു. ഞാൻ ചൂണ്ടയ്ക്ക് പിടിച്ചതാ, പകുതി മുറിച്ചെടുത്തോ. എടാ, ഇത് നല്ല നെയ്മീനാണല്ലോടാ. അതല്ലേ ഞാൻ ഇങ്ങോട്ട് തരാൻ വേണ്ടി വന്നത്. അത് ലീനാമ്മയ്ക്കറിയാം. വെറുതെ തരുന്ന മീനാണെങ്കിലും അവൻ നല്ലതേ തരൂ.
അവൾ കത്തിയെടുത്തുകൊണ്ട് വന്ന് മീൻ ഇലയിൽ വെച്ച് നടുവേ മുറിച്ചു. ഇതിലേത് പങ്ക് വേണം നിനക്ക്? ചേച്ചി എടുത്തിട്ട് തന്നാൽ മതി. ലീനാമ്മ അതിൽ നല്ല പങ്കെടുത്ത് അവൻ്റെ പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ ഇട്ടുകൊടുത്തു. അതുതന്നെ 2 കിലോ തൂക്കം വരുമായിരുന്നു. ശൗരിക്കുട്ടി അതുമായി വീട്ടിലേക്ക് നടന്നു. എൽസമ്മയുടെ ഡ്രൈവർ 4-5 കിലോ ചൂര ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കൊണ്ടുവന്ന് കാറിൻ്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരുന്ന അടപ്പുള്ള ബക്കറ്റിൽ വെച്ചു. ഡാൻഡസ് ഉദാസീനനായി കാറിനടുത്തേക്ക് നടന്നു വരുന്നതേയുള്ളൂ. എൽസമ്മ അവൻ വരുന്നതും കാത്ത് കാറിൽ ചാരി നിന്നു. ഡാൻഡസ് കാറിനരികെ എത്തി. മീൻ കിട്ടിയോ മമ്മി? കിട്ടി. ചൂര അതേയുള്ളൂ. ഒരു ചെക്കൻ ചൊറവ് കൊണ്ടുപോണത് കണ്ടല്ലോ. നെയ്മീനോ? നിനക്ക് തോന്നിയതാ, ചൂരയായിരിക്കും. അവനാ പറഞ്ഞത് ചൊറകാണെന്ന്. നല്ല നീളമുള്ള മീൻ ചൂണ്ടയ്ക്ക് കിട്ടിയതാണെന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. നീ എന്തിനാ അവനോടൊക്കെ മീൻ ചോദിക്കാൻ പോയത്? കണ്ടിട്ട് നല്ല മീനാണെന്ന് തോന്നി മമ്മി. വലിയ മീൻ, തിളങ്ങണ്. എൽസമ്മയുടെ അഹങ്കാരത്തിൽ എവിടെയോ ഒരു സൂചിക്കുത്തേറ്റു. ഈ കടപ്പുറത്തിൻ്റെ അധിപനായ സൈമൺ തരകൻ്റെ മകൻ ചോദിച്ചിട്ട് മീൻ കൊടുക്കാതെ പോയവനാര്? ഈ കടപ്പുറത്തൊക്കെ കുറേ തെണ്ടിപ്പിള്ളേരുണ്ട്. നീ അവന്മാരോടൊന്നും മിണ്ടാൻ പോകരുത് കേട്ടോ. അവനൊരു വള്ളത്തിൽ നിന്ന് ചാടിയിറങ്ങി വന്നതാ. കടലിൽ നിന്ന് വന്ന വള്ളമാ മമ്മി. അതേത് വള്ളം? സെൻറ് തോമസ്. എൽസമ്മ അത് മനസ്സിൽ കുറിച്ചിട്ടു. കാറിൽ കയറി അവൻ കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൽസമ്മ സൈമൺ തരകനോട് പറഞ്ഞു, ചെല്ലിക്കടപ്പുറത്തുനിന്ന് ഇവനാണോ മീൻ ചോദിക്കുന്നതും വാങ്ങണതും? ഡ്രൈവർ ഇല്ലായിരുന്നോ? ഇവൻ വെറുതെ കടപ്പുറത്ത് ചുറ്റി നടന്നപ്പോൾ ഒരു ചെറുക്കൻ വള്ളത്തിൽ നിന്ന് ചാടിയിറങ്ങി കയ്യിലൊരു വലിയ നെന്മീൻ തൂക്കിപ്പിടിച്ചോണ്ട് പോണു. അത് കാറിൽ കൊണ്ടുവയ്ക്കാൻ ഡാൻഡസ് പറഞ്ഞിട്ട് അവൻ കൊടുത്തില്ല. ഏതു വള്ളം? സെൻറ് തോമസ്. ഡാൻഡസ് പറഞ്ഞു, ഇനി മേലിൽ നീ കടപ്പുറത്ത് പോയി മീൻ ചോദിക്കരുത്. അവനെ ഞാൻ പിടിച്ചോളാം. ഞാൻ സൈമൺ തരകൻ്റെ മോനാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അവൻ പറയുക അവനും സൈമൺ തരകൻ്റെ മോനാണെന്ന്. സൈമൺ തരകനൊന്ന് ഞെട്ടി. തൊണ്ടയിൽ ആഹാരം വെക്കി. എൽസമ്മ അന്താളിച്ച് ഡാൻഡസിനെ നോക്കി. അവൻ അങ്ങനെ പറഞ്ഞോ? അവൻ്റെ പേരും പറഞ്ഞു. ശൗരിക്കുട്ടി. എൽസമ്മയുടെ പിടഞ്ഞ നോട്ടം ചുമച്ചു വെക്കി കണ്ണു നിറഞ്ഞ സൈമൺ തരകൻ്റെ മുഖത്തു ചെന്ന് തറച്ചു. നോവൽ ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ 2ാം ഭാഗം ചക്രവാതം നാളെ മുതൽ.